എല്ലാവർക്കും നമസ്കാരം. മലയാള മനോരമ ക്വിക്ക് കേരള ഇൻ അസോസിയേഷൻ വിത്ത് യൂണിവേഴ്സൽ ഗ്രൂപ്പുമായിട്ട് സംഘടിപ്പിക്കുന്ന +2 കഴിഞ്ഞവർക്കുള്ള ഉപരിപഠന സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജിംഗ് ഡയറക്ടറായ ശങ്കർ നാരായണൻ സാറും അതോടൊപ്പം തന്നെ സെന്റർ മാനേജർ ആയിരിക്കുന്ന നഹ സാറും യൂണിവേഴ്സൽ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരിക്കുന്ന ബിന്ദി സജിത്ത് മാഡവും യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രിൻസിപ്പൽ സി ബാലകൃഷ്ണൻ സാറും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ ഫോം വർക്ക് കോർഡിനേറ്റർ സൗത്തേൺ റീജിയണിലെ AV മോഹൻ സാറും അതോടൊപ്പം യൂണിവേഴ്സൽ അക്കാദമി ഓഫ് കരിയർ എക്സലൻസിലെ ഡയറക്ടർ ആയിരിക്കുന്ന സാജൻ മഠത്തിൽ സാറുമാണ്. നിങ്ങൾ എല്ലാവരെയും മലയാള മനോരമ ക്വിക്ക് കേരളയുടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ ഇപ്പോൾ ആരംഭിക്കാം. താങ്ക് യു. Very good evening, everyone. Welcome to the webinar. ഇന്നത്തെ വെബിനാറിൻ്റെ ടോപ്പിക്ക് +2 കഴിഞ്ഞവർക്കുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ +2. അതിന് മെയിനായിട്ട് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രീനെ കുറിച്ച്, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനെ കുറിച്ചും മാനേജ്മെൻറ്റ് കോഴ്സസിനെ കുറിച്ചും ഇന്ന് സംസാരിക്കുന്നതാണ്. Let me introduce myself. I am Sajan Madathil. I am the Director of Universal Academy for Career Excellence. I'm an international trainer and I do corporate trainings as well. And ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസിൽ മെയിനായിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് മെത്തേഡ്സിലാണ് ചെയ്യുന്നത്. ABT മെത്തേഡ് എന്ന് പറയും. ഇന്ത്യയിൽ ഇപ്പോൾ വളരെ പോപ്പുലറായി വരുന്ന മെത്തേഡും വിദേശ രാജ്യങ്ങൾ ഡെവലപ്ഡ് നേഷൻസിൽ ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ്. ലേണിംഗ് ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഇൻസ്റ്റെഡ് ഓഫ് ഒരു ലെക്ചർ കേട്ടിട്ട് 1 hour 2 hours ഇരിക്കുന്നതിന് പകരം we will have a short session of the lecture, then after that ഒരു different types of activities will be given. അങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ്. അതിൽ ഞാനിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് ട്രെയിനിങ്, സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്സ്, അതേപോലെ സ്റ്റുഡൻറ്റ് പ്രീ പ്ലേസ്മെൻറ്റ് വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആർട്സ് കോളേജിലായാലും എഞ്ചിനീയറിംഗ് കോളേജിലായാലും MBA കോളേജിലായാലും ഇങ്ങനത്തെ പ്രോഗ്രാംസ് പ്രീ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്, അതായത് ഒരു ഇൻ്റർവ്യൂ സ്കിൽ ട്രെയിനിങ് ആണ് നടത്തുന്നത്. അത് പ്രീ പ്ലേസ്മെൻറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ബിഫോർ ദ we do different types of training to face the interviews, how to greet interview panels, അങ്ങനെ ഡിഫറെൻറ്റ് ടെക്നോളജിയിൽ നമ്മളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള പ്രോഗ്രാംസ് ആണ് ഞാൻ ചെയ്യുന്നത്. ദാറ്റ്സ് അബൌട്ട് മീ. ആൻഡ് ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ചൂസിങ് ദ റൈറ്റ് കരിയർ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. പിന്നെ we'll have aviation logistics ne kurichu samsarikkan experts from engineering, management and study abroad ne kurichu samsarikkan. videshathulla pala padana sadhyadhagale kurichum +2 കഴിഞ്ഞതിന് ശേഷം പല ഓപ്പർച്യൂണിറ്റീസ് ne kurichu സംസാരിക്കാൻ വേണ്ടി ലീഡ്സ് ഗ്രൂപ്പിന്റെ ടീം മെമ്പറും ഉണ്ട്. അതിനുശേഷം we will hear from universal group of institutionന്റെ MDയുടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നതാണ്. ഏതൊക്കെ ടൈപ്പ് കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. Anyway, welcome to the session, everyone. What's after +2? എല്ലാവർക്കും മനസ്സിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. +2 കഴിഞ്ഞവർക്ക് പലതരത്തിലുള്ള പല സൈഡിൽ നിന്നും ചോദ്യങ്ങൾ വരാം, അതേപോലെ പല പ്രഷേഴ്സും വരാം. എന്താണ് ചെയ്യേണ്ടത്, അടുത്ത എന്താണ് സ്റ്റെപ്സ് എടുക്കേണ്ടത്, ആൻഡ് റിയലി ഇറ്റ് ക്യാൻ ബി ചാലഞ്ചിങ്. അതൊരു ചാലഞ്ചിങ് ആയിരിക്കും ഏതൊരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിലും. അതേപോലെ പാഷൻ വേഴ്സസ് റിയാലിറ്റി. ആക്ച്വൽ പാഷൻ ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പാഷൻ ആക്ച്വലി റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻ ഈസ് ആക്ച്വലി ഇറ്റ്സ് വെരി വെരി നോർമൽ. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആഫ്റ്റർ +2 കിട്ടുന്നത്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ലോട്ട് ഓഫ് പ്രഷേഴ്സ് ടു ബിക്കം എ ഡോക്ടർ, ആൻ എഞ്ചിനീയർ, ആർട്ടിസ്റ്റ്, അല്ലെ അക്കൗണ്ടൻ്റ് ആവണോ അല്ലെങ്കിൽ പ്രൊഫസർ ആവണോ എന്നുള്ള ഒരു കുറേ കൺഫ്യൂഷൻസ് നമ്മൾക്ക് വരുന്ന ഒരു സമയമാണ്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഏത് കരിയർ പാത്വേ ആണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് റൈറ്റ് കോഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈം. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് വരുന്നത്? ബിക്കോസ് ടുഡേ സ്റ്റുഡൻസ് ആർ ഫേസ്ഡ് വിത്ത് ന്യൂമറസ് ഓപ്ഷൻസ്. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും നല്ല അറിവുണ്ട്. അതേപോലെ ഓപ്ഷൻസ് ആർ അവൈലബിൾ. അതാണ് മെയിനായിട്ട് വരുന്നത്. ആൻഡ് സെവറൽ കോഴ്സസ് ഓഫ് ഓൾ വിച്ച് ഓൾമോസ്റ്റ് ലുക്ക് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ കോഴ്സസും ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
തോന്നുന്നതുമാണ്. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സസും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻസ് വരുന്നത്. ആൻഡ് കുറച്ചു കാലം മുന്നേ നമ്മൾ നോക്കുവാണെങ്കിൽ എ കരിയർ ആസ് എൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കരിയറാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള വരുന്ന കരിയർ. ബട്ട് ദ തിങ്സ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ആൻഡ് ചേഞ്ചിങ് ട്രെൻഡ്സിൻ്റെ കൂടെ ഇപ്പോൾ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് എക്സ്പാൻഷൻസ് ഓപ്ഷൻസ് എല്ലാ മേഖലയിലും ഉള്ളത് കൊണ്ട് ഇപ്പം ആൻഡ് പ്ലസ് യു ഹാവ് ലോട്ട് ഓഫ് ഇന്റർനാഷണൽ കണക്ഷൻസ് ഉള്ളതുകൊണ്ട് പല കോഴ്സസിനെ കുറിച്ചിട്ടും അറിവ് നേടാൻ ഇപ്പോഴത്തെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. ഇത് പറയുന്ന സമയത്ത് തന്നെ എപ്പോഴും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ചൂസ് ദ റൈറ്റ് കോഴ്സ് ആൻഡ് ദ റൈറ്റ് കോളേജ്. ഏതാണ് കരിയർ പാത്ത് വേ ചൂസ് ചെയ്യേണ്ടത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു എ റിവാർഡിങ് കരിയറിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു റോങ് വേയിൽ ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ലിവ് വിത്ത് ദാറ്റ്. ആ ജോലി തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നിട്ട് പോകണം. അപ്പോഴെപ്പോഴും നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതായിരിക്കുന്നത്. ആൻഡ് ഹൗ ടു ചൂസ് ദ റൈറ്റ് കോഴ്സ്, ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. എങ്ങനെയാണ് നമുക്ക് റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഫൈൻഡ് ഔട്ട് വാട്ട്സ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ഹാവിങ് എ മെന്റൽ ക്ലാരിറ്റി അബൌട്ട് ഇറ്റ്. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ട ആ റൈറ്റ് പാത്തിനെ കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ ഉണ്ടാവുന്നതും അതിനെക്കുറിച്ച് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ആക്ച്വലി യു ആസ്ക് യുവർ സെൽഫ് വാട്ട് ഡു യു വാണ്ട് ടു ഡു ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോഴ്സ്. ഡെഫിനറ്റ്ലി എവിടുന്നാണ് ഇൻഫർമേഷൻ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സസിനെ കുറിച്ച് കിട്ടുന്നത്? ടോക്ക് ടു യുവർ സീനിയേഴ്സ്, സിബ്ലിങ്സ് അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ ടോക്ക് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ദാറ്റ് ആർ സിമിലർ ടു യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അല്ലെ പാഷന് സിമിലറായിട്ട് ജോലി ചെയ്യുന്ന ആ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് വളരെയധികം നല്ലൊരു ഇൻസൈറ്റ് തരും. ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഇൻസൈറ്റ് തരുന്നതാണ്. And next things, definitely you will face with your parents' dreams. Parents അവരുടെ ഡ്രീംസ് കുട്ടികളുടെ ത്രൂ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഇറ്റ്സ് വെരി നോർമൽ, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അത് പാരൻസ് ആയിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാവും. ദേ ഓൾസോ ട്രൈ ടു അക്കംപ്ലിഷ് അച്ചീവ്മെന്റ്സ് ത്രൂ ദ ചൈൽഡ്. ഇറ്റ്സ് വെരി കോമൺ. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ ഒരു ഏത് റൈറ്റ് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള സമയത്തേക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും. പിന്നെ സോഷ്യൽ വാല്യൂ ഓഫ് ദ ജോബ്. ഈ ഒരു പാത്ത് വേ സെലക്ട് ചെയ്തത് കൊണ്ട് എനിക്ക് ആ ഒരു സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ് ആൻഡ് സൊസൈറ്റിയിലെ വാല്യൂ ആൻഡ് റെസ്പെക്റ്റ് കിട്ടുമോ, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് പിയർ പ്രഷർ. നിങ്ങളുടെ ഒരു സുഹൃത്ത് MBBS ചെയ്ത് ഡോക്ടർ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് പിയർ പ്രഷർ ടു ബിക്കം എ doctor, but sometimes it may not be your field of study or may not be your passion. അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾക്ക് +2 കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് another thing is income. നമ്മൾ എല്ലാവരും we are attracted towards a career which offers a good income, a decent income അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്കാണ് നമ്മൾ കൂടുതലും അട്രാക്റ്റഡ് ആയി പോവുക. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് വി എൻജോയ് അവർ ലൈഫ്സ്. അത് ഒരു സ്ഥലത്ത് പൈസ കിട്ടും അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ല സാലറി ഇല്ല ഒരു ഡെസിഗ്നേഷൻ കിട്ടും. സെയിം ടൈം യു ഷുഡ് ആസ്ക് യുവർ സെൽഫ് ആക്ച്വലി ആർ യു എൻജോയിങ് യുവർ job. That's most important. I'm going to discuss about some of the action plan to choose the right career. എങ്ങനെയാണ് ഒരു റൈറ്റ് കരിയറിലേക്ക് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ തരാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് യുവർ സെൽഫ്, യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നിങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സും നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാകും. വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റിംഗ് ഏരിയ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. ആൻഡ് വൺസ് യു ഫൈൻഡ് ഔട്ട് യുവർ ലൈക്സ്, ഒബ്വിയസ്ലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് യുവർ ഫേവറേറ്റ് സബ്ജക്ട്സ്. ഏതാണ് നിങ്ങളുടെ ലൈക്സ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട്സ് ഓഫ് കോഴ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ആൻഡ് ഒരു തവണ ഫേവറേറ്റ് സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഡു റിസർച്ച്. ആ സബ്ജക്ട്സിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ജോബ്സ് ആണ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൈലബിൾ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുക. ദാറ്റ് ഈസ് മൈ ടിപ്പ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു അനലൈസ് ദ പ്രൊഫഷൻ ഇൻ ഡീറ്റെയിൽ. ആ ജോബ് അല്ലെങ്കിൽ ആ കരിയർ പാത്ത് നിങ്ങൾ വളരെ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അസസ് ഇൻ ഡീറ്റെയിൽ ആൻഡ് കൺസിഡർ ഫാക്ട്സ് ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ആൻഡ് വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് ആൻഡ് ഹസാർഡ്സ്.
and what's the starting salary, what will be the starting salary. Starting salary is a fact, obviously. And ആ ജോലിയിൽ നിന്നുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ആ ജോബ് അല്ലെങ്കിൽ ആ കരിയർ പാത്ത് എത്രത്തോളം നിങ്ങൾക്ക് എൻകറേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് നടത്താൻ പറ്റും, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. And definitely after that, the third step will be create a short list consisting of 4 to 5 jobs. ഒരു 4-5 ജോബ്സ് ഉള്ള നിങ്ങളുടെ ചൂസ് ചെയ്ത കരിയർ പാത്തിലുള്ള എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. യു സെലക്ട് ദാറ്റ്, you make a list of your interesting career pathway. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ആൻഡ് ഇൻ ഓവർസീസ് വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ +2 കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, യു ടു കണ്ടക്ട് എ ഫീൽഡ് ട്രിപ്പ്. ഇപ്പോൾ യുവർ ഇൻട്രസ്റ്റ് ഈസ് ടു ബിക്കം ആൻ എഞ്ചിനീയർ ഇൻ, ഫോർ എക്സാമ്പിൾ എ മെക്കാനിക്കൽ എഞ്ചിനീയർ, വിസിറ്റ് എ സൈറ്റ് വേർ എഞ്ചിനീയേഴ്സ് ആർ വർക്കിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ വിസിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ജോബ്, അവർ എന്ത് ടൈപ്പ് ജോബാണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി വിത്ത് ദ പെർമിഷൻ ഓഫ് ഫ്രം ദ ഓർഗനൈസേഷൻ യു ക്യാൻ കണ്ടക്ട് എ സ്റ്റഡി ട്രിപ്പ് ഓർ വിസിറ്റ് ചെയ്തിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ടോക്ക് ടു ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ സിമിലർ ഫീൽഡ്. അവരോട് സംസാരിച്ചതിന് ശേഷം അവിടുത്തെ മാനേജ്മെന്റ് ടീമിനുമായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീഫിംഗ് തരാൻ പറ്റിക്കഴിഞ്ഞാൽ, you will have a solid idea what type of career path you are going to choose and what is the nature of the work. Sometimes നമ്മൾ ബുക്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ചൂസ് ചെയ്യുന്ന ഒരു വേലുള്ള ഒരു ഫീൽഡ് ആയിരിക്കണം എന്നില്ല നമ്മൾ അവിടെ പോയിട്ട് ആക്ച്വലി കാണുന്ന സമയത്ത്. സോ ദിസ് ഇസ് മൈ ടിപ്പ്, ആൻഡ് ഒബ്വിയസ്ലി ഡെഫിനറ്റ്ലി യു ക്യാൻ ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദിസ് ആക്ടിവിറ്റി. പിന്നെ എക്സ്ക്യൂസ് മീ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വിൽ ഹാവ് ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് പ്രഷർ. ഈ ഒരു പെർട്ടിക്കുലർ പാത്വേ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ വേറൊരു പാത്വേ ചൂസ് ചെയ്യും. യു വിൽ ഹാവ് പ്രഷർ ഫ്രം യുവർ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, അല്ലെങ്കിൽ പാരൻസ്, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുക്കുന്ന പ്രഷർ ഉണ്ടാവും. സോ ഇങ്ങനത്തെ സമയത്ത് എപ്പോഴും ഒരു നല്ല, മൈ അഡ്വൈസ് ഇസ് ടു സീക്ക് അസിസ്റ്റൻസ് ഫ്രം എ കരിയർ അഡ്വൈസർ. കരിയർ അഡ്വൈസർ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. ആൻഡ് that person can help you to find out the right opportunities അല്ലെങ്കിൽ റൈറ്റ് പാത്വേ ഏതൊക്കെയാണ്, നിങ്ങളുടെ റൈറ്റ് ഇൻട്രസ്റ്റ് എന്താണ് ചൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കരിയർ അഡ്വൈസറിന് ഡിഫറെൻറ്റ്, they can give you different options. Obviously definitely they cannot impose or force ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുക്കാനല്ല പറയുന്നത്. ഡെഫിനറ്റ്ലി they can give you different options. ഇന്ന ഏരിയാസിലുണ്ട്, നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള കുറേ ഏരിയാസിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ പാഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്ത് തരാൻ പറ്റും. ആൻഡ് ചോയ്സസ് ദാറ്റ് മൈറ്റ് നോട്ട് ഹാവ് ക്രോസ്ഡ് യുവർ മൈൻഡ് ആസ് പോസിബിൾ alternatives. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുണ്ടാവും, ബട്ട് യു ഡോണ്ട് വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, but there are plenty of other opportunities like a paramedical എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ, എസ്പെഷ്യലി ഇപ്പോഴത്തെ മെഡിക്കൽ കോവിഡ് ടൈമിലൊക്കെ പാരാമെഡിക്കൽ കോഴ്സസ് അതൊക്കെ വളരെയധികം ബൂം ചെയ്യുന്ന സമയമാണ്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു കരിയർ അഡ്വൈസറിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. And there are different career guidance programs. Actually, under Universal, we are conducting different types of career guidance programs. I do conduct different sessions. Obviously, you can contact me after this session as well to conduct different types of training programs. Okay, and a career guidance program നമ്മൾ പങ്കെടുക്കുന്നതിനെ കൊണ്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഒരു ബിക്കോസ് നിങ്ങളിപ്പം ഇഫ് യു ആർ ഗെറ്റിംഗ് അഡ്വൈസ് ഫ്രം യുവർ ഫ്രണ്ട് ഓർ പാരൻസ്, സംടൈംസ് അതൊരു ബയാസ്ഡ് ഫീഡ്ബാക്ക് കിട്ടാൻ അല്ലെങ്കിൽ ബയാസ്ഡ് സജഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സംടൈംസ് ദർ ഇൻട്രസ്റ്റ് മേ റിഫ്ലക്ട് ഇൻ ദർ ഒപ്പീനിയൻ. അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് എന്താണ് ആയിത്തീരേണ്ടത്, അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ചിലപ്പം റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് വെൻ യു seek assistance from a career advisor, that person actually doesn't know you. So ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ദാറ്റ് പേഴ്സൺ ക്യാൻ ഇവാലുവേറ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങളുടെ കരിയർ പാത്വേയിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ദാറ്റ് പേഴ്സൺ ക്യാൻ ഹെൽപ്പ് യു ടു ഫൈൻഡ് യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ഓവറോൾ ഒരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നിങ്ങളുടെ കൈപിടിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസിന് പറ്റുന്നതാണ്.
Okay, I'm working as a I'm working in the senior management position. ഒരു മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവില് നോക്കുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ നോക്കുന്ന സമയത്ത് കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് സീക്രട്സ് ഐ ക്യാൻ ഷെയർ വിത്ത് യു. ഡെഫിനറ്റ്ലി നമ്മളൊരു ഡ്യൂറിങ് ആൻ ഇന്റർവ്യൂ പ്രോസസ്സ്, ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് ആക്ച്വലി ഇറ്റ്സ് വെരി ഈസി ടു മാനേജ് പൊസിഷനിൽ അവർക്ക് അറിയാൻ പറ്റും, very easy to understand whether the candidate is passionate about the job. ആ ജോബിനെ കുറിച്ച് പാഷനേറ്റ് ആണോ? ബിക്കോസ് once you enter into the organization for an interview, you are actually being watched. നിങ്ങൾക്ക് ക്യാമറാസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ വാച്ച് ചെയ്യേണ്ട. ആൻഡ് ഡെഫിനറ്റ്ലി ഇൻ ദ മാനേജ്മെന്റ് പൊസിഷൻ പീപ്പിൾ ഡു കെയർ അബൌട്ട് യുവർ ബോഡി ലാംഗ്വേജ്, യുവർ ആറ്റിറ്റ്യൂഡ്സ്. അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും മാനേജ്മെന്റ് പൊസിഷനിൽ അവർ നിൽക്കുന്നത്. അങ്ങനത്തെ സമയത്ത് എപ്പോഴും it's very easy to understand ഈ പേഴ്സൺ റിയലി ജെന്യൂൻലി പാഷനേറ്റ് ആയിട്ടാണോ ഇങ്ങനത്തെ ജോലിയിലേക്ക് വരുന്നത്. ആൻഡ് another tip I can give you, definitely ഒരു ടീം വർക്ക്. ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഫഷൻ, അത് ഒരു ടീം വർക്കിലേക്ക് ഈസിലി ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് വിൽ ഒബ്വിയസ്ലി ക്രിയേറ്റ് മോർ പ്രൊഡക്ടിവിറ്റി. ആൻഡ് അത് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനും പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സഹായിക്കും. സെയിം ടൈം ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു ഗ്രോ. സോ ആ എപ്പോഴും മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഒരു പാഷൻ ആയിട്ട് ഒരു അത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സോ ഇതൊക്കെ ഒരു മാനേജ്മെന്റ് സീക്രട്സ് ആൻഡ് മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നതാണ്. ഐ ആം ജസ്റ്റ് ഷെയറിംഗ് അബൌട്ട് ദാറ്റ്. ഓക്കെ. So please students, explore your passion and trust your abilities, and it always seems impossible until it's done. Nelson Mandela, Mr. Nelson Mandela parne pole. So all the best wishes. And some of the high demanding courses are illadana aviation, logistics, engineering and management. These are kind of hot courses ആണ്, ഹൈ ഡിമാൻഡ് ഉള്ളത്, ജോലി പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതകളുള്ള ഒരു ജോബാണ്. So we have an expert panel to talk more about that: aviation and logistics, engineering, management, and at the end abroad studies. വിദേശത്തുള്ള പഠന സാധ്യതകൾ, എസ്പെഷ്യലി ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ രാജ്യങ്ങളിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ 3 years ഡിഗ്രി ചെയ്യുന്നതിന് പകരം ഡിഗ്രി നിങ്ങൾക്ക് ഓവർസീസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ UK, ആൻഡ് ദ എക്സ്പെർട്ട് വിൽ ടോക്ക് മോർ അബൌട്ട് ദാറ്റ്. After that, we will hear from Universal Group of Institutions as well. Okay, and over to Mr. A.V. Mohanan, sir, to talk about aviation and logistics. Thank you. Can you hear me? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. Okay. Good evening all. Mr. Sajan Madathil, Balakrishnan sir, Shankar Narayan sir, the respected madam, all are joining with us. And today, see, the local language will be preferable? Yes sir. Okay. Namaskaram. ഞാൻ ആദ്യം ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ട് സമയം കളയുന്നില്ല. എൻ്റെ പേര് A.V. മോഹനൻ. ഞാൻ എയർ ഇന്ത്യയുടെ സദേൺ റീജിയൻ കോർഡിനേറ്ററാണ്. സോ ഞാനാണ് കണ്ണൂർ എയർപോർട്ട് വരെ കംപ്ലീറ്റ് അതൊരു സ്വപ്ന സാഫല്യത്തിൽ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി ഐ എം ഫ്രം കണ്ണൂർ ബട്ട് സെറ്റിൽഡ് ഇൻ ചെന്നൈ. സോ ഞാനിപ്പം കുട്ടികളുടെ അടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ബിഗർ യൂണിവേഴ്സിറ്റി. ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. 2020 നമ്മളുടെ ഈ പാൻഡമിക് സിറ്റുവേഷൻ വരുന്നതിന് മുമ്പേ വേൾഡിലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വളർന്നുകൊണ്ടിരുന്ന ഏവിയേഷൻ ഫീൽഡിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല, ഇന്ത്യയിൽ ഏവിയേഷൻ തുടങ്ങിയത് JRD ടാറ്റ എന്ന് പറഞ്ഞ നമ്മളുടെ ടാറ്റ കമ്പനിയുടെ പഴയ ഓണർ 1932 ആദ്യമായിട്ട് കറാച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് ഒരു ചെറിയ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മളുടെ ഏവിയേഷൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ ഏവിയേഷൻ ഈസ് കോൾഡ് ആസ്
JRD ടാറ്റ. അയാള് ടാറ്റയെ പറ്റി പറയേണ്ട കാര്യമില്ല. അന്ന് അയാൾ തുടങ്ങിയ ഒരു സംവിധാനമാണ് എയർ ഇന്ത്യ. ആ എയർ ഇന്ത്യ ഇന്ന് വളർന്ന് പന്തലിച്ച് ഒരുപാട് വളർന്ന് ഒന്നുമില്ലാത്ത ഒരു സിംഗിൾ എഞ്ചിനിൽ ആരംഭിച്ച ആ ഏവിയേഷൻ കമ്പനി ഇന്ന് 169 എയർക്രാഫ്റ്റ്. ഞങ്ങളുടെ ഫ്ലീറ്റിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. വൈഡ് ബോഡി, നാരോ ബോഡി എന്ന് ഏവിയേഷനെ രണ്ടായിട്ട് പിരിക്കും. രണ്ടായിട്ട് തിരിക്കുന്ന ഏവിയേഷനിൽ 747, നമ്മൾ മലയാളത്തിൽ സാധാരണ എല്ലാവരും പറയും ജംബോ ജെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. 747 നമ്മളുടെ എയർ ഇന്ത്യയുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. 777 ബോയിങ് ER സീരീസ് നമ്മളുടെ കയ്യിൽ 13 എണ്ണം ഉണ്ട്. 777-200 LR സീരീസ് നമ്മളുടെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. അതേപോലെ 787 ഡ്രീം ലൈനർ നമ്മളുടെ കയ്യിൽ, എയർ ഇന്ത്യയുടെ കയ്യിൽ, ഞാൻ പറയുന്നത് നാഷണൽ കാരിയർ ഉള്ള ഒരു കമ്പനി ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്, 27 എണ്ണം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതില് ഒരുപാട് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നും നിങ്ങളെ പ്രത്യേകം കാണിച്ചിട്ട് തന്നെ മനസ്സിലാക്കി തരും ഇതെന്താണ്. ഒരുപാട് കുട്ടികൾ ചിലപ്പം ഒരു വിമാനം നേരിട്ട് കാണാൻ പോലും പറ്റാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഞാനും അതുപോലുള്ളൊരു നാട്ടുമ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ആളായിരുന്നു. ഞാനും ഇതൊന്നും കണ്ടിട്ടില്ല. അന്ന് നമ്മൾക്ക് ഇതുപോലൊന്നും പഠിപ്പിക്കാനോ ഉള്ള സൗകര്യം കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ എവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ജോലിയിൽ കയറുന്നത് 1987. സോറി. അപ്പൊ അന്ന് നമ്മൾക്കില്ലാത്തൊരു സൗകര്യം ഇന്ന് നമ്മളുടെ നാട്ടില് കണ്ണൂര് അതുപോലെ പല സ്ഥലങ്ങളിലും നല്ല ഏവിയേഷൻ ക്ലാസ്സുകൾ നടത്തുന്ന ഒരു നല്ല സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വൈറ്റ് കോളർ ജോബ്, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 33 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ഇത്രയും നല്ലൊരു വൈറ്റ് കോളർ ജോബ് നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. ഒരുപാട് അറിയപ്പെടുന്ന മലയാളികളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. പക്ഷെ അവരൊക്കെ ഇത് ശരിക്കൊന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധ്യതയുള്ള ഒരു വലിയൊരു ഫീൽഡ് വേറെ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ അത്രയും നല്ല വൈറ്റ് കോളർ ജോബാണ്, നല്ല ശമ്പളം ഉള്ളതാണ്. ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. പെർഫോമൻസ് ബേസ്ഡ് ആണല്ലോ എല്ലാം. ഏറ്റവും രുചിയുള്ള ഭക്ഷണങ്ങൾക്കാണല്ലോ ഏറ്റവും നല്ല ഡിമാൻഡ് ഉണ്ടാകും. അപ്പം നല്ല പെർഫോമൻസ് ചെയ്യുന്നവർക്ക് അതിന് നല്ല തുക പ്രതിഫലം കിട്ടും, നല്ല പൊസിഷനിൽ വരാൻ പറ്റും, ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല വൈറ്റ് കോളർ ജോബാണ്. പിന്നെ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ 2018 തുടങ്ങിയതാണ് കണ്ണൂർ എയർപോർട്ട്, ഡിസംബറിൽ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് കണ്ണൂർ ഭാഗത്ത് തന്നെയുള്ള ഒരുപാട് ലോക്കൽ ആൾക്കാർ, അതായത് വളരെ റിമോട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. അത് അവരെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞങ്ങൾ മോൾഡ് ചെയ്ത് എടുക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്. അപ്പൊ കണ്ണൂര് ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിന് വേണ്ടുന്ന ഒരു സ്ഥലത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണൂര് നമുക്കും ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെന്നൈയിലാണല്ലോ ഞങ്ങളുടെ റീജിയണൽ ഹെഡ് ക്വാർട്ടർ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പം ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചപ്പം ഇവിടെ യൂണിവേഴ്സലിലാണ് ഞങ്ങളുടെ എയർ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ക്ലാസ് റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരേ ഒരു സംവിധാനം ഞങ്ങൾക്ക് കിട്ടിയത് കണ്ണൂർ ടൗണിലെ യൂണിവേഴ്സൽ ഏവിയേഷൻ കോളേജാണ്. അപ്പൊ ഞങ്ങൾ ഉടനെ അവരുടെ അധികൃതരെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവരും ദേ വർ സോ കൈൻഡ് ഇനഫ് ടു അസ്. സോ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കണ്ണൂർ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 340 പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുത്തത് ഈ കണ്ണൂരുള്ള ഈ യൂണിവേഴ്സൽ കോളേജിന്റെ സഹായത്തോടു കൂടിയാണ്. അവരുടെ ക്ലാസ് റൂമും എല്ലാം വളരെ DGCA അപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഓക്കെ, നൗ കം ടു ദ പോയിന്റ്. ഇന്ത്യയിൽ മൊത്തം ഇന്ന് ഈ പാൻഡമിക് സിറ്റുവേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ഏകദേശം 675 വിമാനങ്ങൾ ഒരു സമയത്ത് പറക്കുന്നുണ്ട്. നമ്മളുടെ ആകാശത്തിന് മേലെ ഒരു സമയത്ത് 675 വിമാനങ്ങൾ പറക്കുന്നുണ്ട്. ഇത് ആരും നോക്കിയിട്ടുണ്ടാവില്ല. എയർ ഇന്ത്യയുടെ കയ്യിൽ മാത്രം നമ്മളുടെ കയ്യിൽ 169 ഫ്ലൈറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. സ്വന്തം എയർ ഇന്ത്യയുടെ സ്വന്തമായിട്ട് 169 ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് കാരിയേഴ്സ് ഇൻഡിഗോ, വിസ്താര, സ്പൈസ് ജെറ്റ്, ഗോയർ, ഇങ്ങനെ
വേറെ ഒരു 4 മെയിൻ പ്രൈവറ്റ് കാരിയേഴ്സും ഇന്ത്യയിൽ ഉണ്ട്. അതിൽ ഇൻഡിഗോയുടെ കൈവശം ഇന്ന് 277 ഫ്ലൈറ്റുകളുണ്ട്. വിസ്താരയുടെ കയ്യിൽ 45 ഫ്ലൈറ്റുകളുണ്ട്. സ്പൈസ് ജെറ്റിന്റെ കയ്യിൽ 126 ഫ്ലൈറ്റ് ഉണ്ട്. ഗോയറിന്റെ കയ്യിൽ 57 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 675 ഫ്ലൈറ്റ് ഇന്ത്യൻ സ്കൈയുടെ മേലെ 1 മണിക്കൂറിൽ പറക്കുന്നുണ്ട്. അപ്പം ഈ സാധ്യത എത്ര വലിയൊരു സാധ്യത എന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. കുട്ടികൾക്ക് ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഈ ഫീൽഡിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു സ്കേഴ്സിറ്റി ശരിക്കും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴാണ് കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂടിയത്. പിന്നെ ഏവിയേഷനിൽ പിന്നെ വിമാനങ്ങൾ മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടും അവരവരുടെ ബുദ്ധിമുട്ടും അവരവരുടെ കഴിവും ഒക്കെ തെളിയിക്കേണ്ട ഒരു ഫീൽഡാണ് ഏവിയേഷൻ. അതിൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ലത്, ഞാൻ തെറ്റൊന്നുമല്ല പറയുന്നത്, ഏറ്റവും നല്ലത് പൈലറ്റിന്റെ ജോലിയാണ്. അതാണ് ഏറ്റവും നല്ല ജോലി, ഏറ്റവും ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലി. അപ്പം പൈലറ്റ് പഠിക്കാൻ ഇപ്പം കേരളത്തിൽ വളരെ സാധ്യത കുറവുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ കേരളത്തിൽ നല്ല സാധ്യത അത്രയില്ല. പക്ഷെ അതിന് കുറച്ച് ചെലവ് കൂടുതലും ഒക്കെ ഉള്ളത് കൊണ്ട് അത് വളരെ കുറച്ച് ആൾക്കാർ പോകുന്നുള്ളൂ. വിദേശങ്ങളിലും ഇന്ത്യയിലും ഒക്കെ പൈലറ്റുകൾക്ക് നല്ല സാധ്യതയുള്ള ജോലിയാണ്. അതേപോലെ ക്യാബിൻ ക്രൂ. ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈസൻസ്ഡ് ജോബാണ് ക്യാബിൻ ക്രൂവിന്റെ ജോലി. ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എയർ ഹോസ്റ്റസ് എന്ന് പറയും. അതിൽ ആണുങ്ങളെ ഫ്ലൈറ്റ് പ്രസർ എന്ന് പറയും. അപ്പം അതിനങ്ങനെ മൊത്തമായിട്ട് ഞങ്ങൾ ഈ ഏവിയേഷൻ ലാംഗ്വേജിൽ ക്യാബിൻ ക്രൂ എന്ന് പറയുക. അതായത് ഒരു ഫ്ലൈറ്റിനെ രണ്ടായിട്ട് ഞങ്ങൾ തരംതിരിക്കും. ഒന്ന് വന്ന് കോക്പിറ്റ്, ഒന്ന് വന്ന് ക്യാബിൻ. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നിടത്ത് കോക്പിറ്റിൽ ആണ് പൈലറ്റും കോ പൈലറ്റും ഇരിക്കുക, ക്യാബിനിലാണ് ക്യാബിൻ ക്രൂ ഇരിക്കുക. ക്യാബിൻ ക്രൂവിന്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഈ ക്യാബിനാണ്. ആ പാസഞ്ചർ യാത്ര ചെയ്യുന്ന ക്യാബിനെയാണ് ഞങ്ങൾ ക്യാബിൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റിന്റെ മെയിൻ്റനൻസ്, എഞ്ചിനീയറിംഗ്, അത് ബാലകൃഷ്ണൻ സാറ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെക്നിക്കലി എക്സ്പെർട്ട് അവരൊക്കെയാണ്. ഞാൻ കമേഴ്ഷ്യൽ ഫീൽഡിലാണ്. അപ്പം എഞ്ചിനീയറിങ്ങിനും ടെക്നിക്കലായിട്ടും എനിക്ക് വലിയൊരു പരിചയമില്ലാത്ത കാരണം ഞാൻ നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ തരാൻ സാധ്യതയില്ല. അപ്പം അത് ബാലകൃഷ്ണൻ സാർ ആയിരിക്കും വിൽ ബി ദ കറക്റ്റ് പേഴ്സൺ ടു ഡു ദാറ്റ്. പിന്നെ നമ്മൾ പറയുന്ന ട്രാഫിക്, ഞങ്ങൾ പാസഞ്ചർ ട്രാഫിക്കിനെ യാത്രക്കാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും, അതായത് ഒരു യാത്രക്കാരൻ ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം, ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു ഫ്ലൈറ്റിൽ വരണം, എനിക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തൊട്ടടുത്ത ഒരു ട്രാവൽ ഏജന്റിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ വിളിച്ചിട്ട് പറയുന്ന സമയത്ത് പറയുന്നത് ഒരു ട്രാവൽ ഏജന്റിൽ ഒരു ടെലിഫോണിൽ അറ്റൻഡ് ചെയ്യുന്ന ആ കുട്ടി, എ ഓർ ബി ഓർ സി, ആ കുട്ടിയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ആ കുട്ടി മുതലാണ് നമ്മളുടെ ഏവിയേഷൻ എക്സ്പീരിയൻസ് തുടങ്ങുന്നത്. നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ ടിക്കറ്റിംഗ് ഏജന്റ് മുതൽ നമ്മളുടെ ലാസ്റ്റിൽ നമ്മളുടെ ഫ്ലൈറ്റിൽ ഇറങ്ങി നമ്മളുടെ ബാഗേജ് എടുത്ത് വെളിയിൽ എയർപോർട്ടിന് വെളിയിൽ പോകുന്നത് വരെ ഏവിയേഷന്റെ ജോലിയാണ്. അപ്പം ഇതിന് ഇത്രയും സാധ്യതയുള്ള വേറെ ഒരു ജോലിയും ലോകത്തില്ല. അതുപോലെ കുട്ടികളോട് പ്രത്യേകം പറയുന്നത്, നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചവരുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണണം ചിലപ്പോൾ നമ്മൾക്ക് ആഗ്രഹമുണ്ട്. അവരൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ അവരെ നമ്മൾ ചിലപ്പം പോയി അവരെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ പോലും കാണാൻ പറ്റാത്ത ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളും എല്ലാവരും നമ്മളുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തികളെ നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടാനും അവർ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്ന ഒരു ജോലിയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇരിക്കുന്നിടത്ത് അവർ വരും, അവരിയ്ക്കുന്നിടത്ത് നിങ്ങൾ പോകേണ്ട ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഏത് ഫിലിം സ്റ്റാർ ആയാലും പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകേണ്ട കാര്യമില്ല. അവർ നിങ്ങളെ കണ്ടിരിക്കും. നിങ്ങളുടെ സർവീസിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അവർ നിങ്ങളെ കണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ്, ഓക്കെ. അപ്പം ട്രാഫിക് സെക്ഷനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് ഹാൻഡ്ലിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് എയർലൈൻ ബൈലാറ്ററൽ എഗ്രിമെന്റ് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം പല രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എഗ്രിമെന്റ് ചെയ്തതുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പല വിമാനങ്ങളുടെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്ത്യയിലുള്ള എല്ലാ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യാൻ അധികാരപ്പെട്ടത് ഇന്ത്യക്കാർ മാത്രമാണ്. അതുപോലെ ഇന്ത്യയിൽ ഇപ്പം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യുന്ന കുറച്ച് കമ്പനികളേ ഉള്ളൂ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പനി എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ്, ഭദ്ര, WFS,
സെലിബി ആൻഡ് ഐ ക്ലാസ്. ഐ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയ ഗവൺമെന്റിന്റെ തന്നെയാണ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യന്റെ ഒരു ഡിവിഷനാണ്. പിന്നെ പക്ഷേ അങ്ങനെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ പറയണം. ഞാനൊരു അധ്യാപകനല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ല സാധ്യതയുള്ള കുട്ടികൾ കുറച്ച് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ട്രെയിനിങ് കിട്ടാതെ ഞങ്ങളൊക്കെ ഇന്നിരുന്ന് നിങ്ങളോട് ഈ വർത്താനം പറയാനുള്ള ഒരു സംവിധാനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പോഷർ എന്തായിരിക്കും എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ വർക്കിൽ ട്രെയിനിങ് എടുത്തവരാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് പിന്നെ തിയറിറ്റിക്കലി ട്രെയിനിങ് ഒന്നും എവിടെയും കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ തരുന്ന ട്രെയിനിങ്ങും പിന്നെ അങ്ങനെ പല ട്രെയിനിങ്ങുകളും കൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ആയത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ബിഫോർ ജോയിനിങ് ദി എയർലൈൻ, ഇഫ് യു ആർ ഗെറ്റിംഗ് എ ട്രെയിനിങ് ഫ്രം എ കോളേജ് ലൈക്ക് യൂണിവേഴ്സൽ ഓർ സംതിങ്, വിൽ ബി എ ഗ്രേറ്റ് ചാൻസ് ടു യു. അപ്പം ഒരുപാട് സമയമായോ? സമയം നോക്കിയിട്ടില്ല. സമയം കൂടുതലാവുന്നുണ്ടോ? ലേശം ഷോർട്ട് ചെയ്താൽ മതി. മതിയാ? ഓക്കെ 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 ഓക്കെ. ലേശം ഷോർട്ട് ചെയ്താൽ കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട്, പിന്നെ അപ്പം ട്രാഫിക് സെക്ഷൻ എന്ന് പറയുന്നത് എയർപോർട്ടിൽ യാത്രക്കാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മുതൽ അവരെ റിസീവ് ചെയ്ത് അവർക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് യാത്രക്കാർ ഫ്ലൈറ്റിനകത്ത് ക്യാബിൻ ക്രൂവിന്റെ കയ്യിൽ അവരെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതുവരെയുള്ള ഉത്തരവാദിത്തം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾക്കും ഈ ഫ്ലൈറ്റിനായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അതിന് നമ്മളുടെ ഈ റൂൾസ് ഓഫ് ദ ലോ ഈസ് ഗവേൺഡ് ബൈ UN, യുണൈറ്റഡ് നാഷൻസ് ആണ് നമ്മളുടെ ലോകത്തിലുള്ള ഏവിയേഷൻ റൂൾസ് എല്ലാം ഗവേൺ ചെയ്യുന്നത്. യുണൈറ്റഡ് നാഷൻസിന്റെ കീഴിൽ IATA എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അതിന്റെ തൊട്ടടുത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗവേണിംഗ് ബോഡി, ഇറ്റ് ഈസ് അണ്ടർ ദ UN, ബട്ട് നമ്മളുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അതുകൊണ്ടും തീർന്നില്ല. അതിന്റെ താഴെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ താഴെ നമ്മളെ നോക്കാൻ ഒരു ചെറിയൊരു അതോറിറ്റി ഉണ്ട്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. ഈ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ അണ്ടറിലായിരിക്കും ഇന്ത്യയിലുള്ള ഏവിയേഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ജോലി ചെയ്യുന്നത്. നമ്മളുടെ ഗവേണിംഗ് ബോഡി അവരാണ്. ഞാൻ ചിലപ്പം എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ടാവും, ഇപ്പം ഒരാൾ പിന്നെ വിസ്താരയിലുണ്ടാവും, ഒരാൾ പിന്നെ ഗോയറിലുണ്ടാവും, ഒരാൾ ഇൻഡിഗോയിലുണ്ടാവും. അങ്ങനെ പല കമ്പനികളിൽ ജോയിൻ ചെയ്താലും നമ്മളെയൊക്കെ ഗവേൺ ചെയ്യുന്ന ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ DGCA ആണ്. അതായത് നമ്മുടെ പാർലമെന്റ് പോലെയാണ്. പാർലമെന്റ് DGC ആണെങ്കിൽ നമ്മുടെ സംസ്ഥാനം BCAS. അപ്പം നമ്മളെ ലോക്കലി ഗവേൺ ചെയ്യുന്നത് BCAS എന്ന് പറഞ്ഞ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞതാണ്. എല്ലാവരും ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയാ, അത് അത്രയും എക്സ്പോഷറുള്ളൊരു ജോലിയാണ്. അപ്പം ഇതിൽ പിന്നെ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നാവാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നന്നായി എന്നൊന്നുമില്ല. പരീക്ഷ എഴുതാണ്ടൊന്നും പാസ്സാവാൻ പറ്റില്ല. നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ ഏവിയേഷനിൽ ഉള്ള ജോലിയിൽ ട്രാഫിക് ഞാൻ പറഞ്ഞു, ട്രാഫിക് സർവീസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്തത് ഡെസ്പാച്ച്, ഫ്ലൈറ്റ് ഡെസ്പാച്ച്. അടുത്തത് മെഡിക്കൽ, അടുത്തത് കാറ്ററിംഗ്, അടുത്തത് ക്യാബിൻ സർവീസ്, അടുത്തത് ഗ്രൗണ്ട് സർവീസ്. ഒരുപാട് മേഖലയുള്ള ഒരു ജോലിയാണ് ഈ ഏവിയേഷൻ എന്ന് പറയുന്നത്. കൂടിപ്പോയി നിനക്കും അറിയാം പക്ഷേ. പിന്നെ ഇവരെ ഓരോ സാമ്പിൾ എയർക്രാഫ്റ്റിന്റെ മോഡൽ എന്തെങ്കിലും കാണിക്കണോ? ഈ എയർക്രാഫ്റ്റിന്റെ മോഡല് ലോകത്തിലെ ഏറ്റവും വലിയൊരു എയർക്രാഫ്റ്റ് ആണ് എയർബസിന്റെ A380 ബ്രാൻഡ് എയർബസ് ആണ്. ഈ എയർബസ് നമ്മളെ എപ്പോഴെങ്കിലും മേലെ കൂടെ അല്ലാണ്ട് താഴെ കൂടെ പോയി കാണാനുള്ള ഒരു ചാൻസും ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൂടെ പഠിച്ചു വരുന്ന ഈ കുട്ടികൾക്ക് ഇതിൽ കാണാൻ മാത്രമല്ല, ഇതിൽ യാത്ര ചെയ്യാനും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനും ഉള്ള സൗകര്യം നമ്മളുടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന നല്ല കുട്ടികൾക്ക് ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ഇത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് വൈഡ് ബോഡി ഉണ്ട്, നാരോ ബോഡി ഉണ്ട്. ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ടുണ്ടാവും.
ഓക്കെ സർ, പറഞ്ഞോളൂ. അപ്പം ഇതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്നാൽ കാണാൻ പറ്റാത്ത ഒരുപാട് സംവിധാനങ്ങൾ നേരിട്ട് കാണാനും ഒക്കെയുള്ള സംവിധാനം ഇതുപോലുള്ള പഠിപ്പുകൾ കൊണ്ട് പറ്റും. പിന്നെ അടുത്തത് ലോജിസ്റ്റിക്. ഞാൻ ഇപ്പം തന്നെ തീർക്കണോ അല്ല ഇത് മതിയോ? നിങ്ങളുടെ സമയത്തിന്റെ ദൈർഘ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സമയത്തിന്റെ ഷോർട്ടേജ് വരുന്നുണ്ടെങ്കിൽ എന്താ എന്നോട് പറയണം. പക്ഷേ സമയം കൂടുതലെടുത്തോ ഞാൻ? അപ്പൊ ഇനി ലോജിസ്റ്റിക്കിലേക്ക് പോട്ടെ. ലോജിസ്റ്റിക് കാരണം ഞാൻ ഒരുപാട് ഈ പാസഞ്ചർ ട്രാഫിക്കിലും ഇങ്ങനെയുള്ള ഏവിയേഷൻ എക്സ്പേർട്സിനൊക്കെ ഒരു ഡീപ്പായിട്ട് പറയണമെങ്കിൽ ഒരു വലിയ സബ്ജക്റ്റ് ആണ് ലോജിസ്റ്റിക്. ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മെഡിസിൻസ്, വെജിറ്റബിൾസ്, മെഡിസിൻസ്, പെരിഷബിൾസ്, ഫുഡ് ഐറ്റംസ്, ഇങ്ങനെ പല സാധനങ്ങളും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ സർഫേസ്, ഷിപ്പ്, ബൈ എയർ. അപ്പോൾ ബൈ എയർ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്നറിയാം. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് പോലും ഞാൻ ഇന്ത്യയിലത്തെ കാര്യം മാത്രമാണ് നിങ്ങളടുത്ത് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്ത് എത്രയോ തൗസൻഡ്സ് ഓഫ് ക്രോഴ്സിന്റെ മെറ്റീരിയൽ വൺ എൻഡ് ടു ദി അതർ എൻഡ് ഹാസ് ബീൻ ഓൾറെഡി ബീൻ ട്രാൻസ്ഫേർഡ്. സോ നമ്മളുടെ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ കോസ്റ്റ് വൈസ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ ടൈമിനാണ് നമ്മളുടെ വാല്യൂ. കാരണം ഞാൻ പറഞ്ഞു ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. ഏവിയേഷനിൽ നമ്മൾ സെൽ ചെയ്യുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് സ്പേസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വിൽക്കുന്ന ഒരു സംവിധാനം. ഫ്ലൈറ്റിന്റെ സ്പേസ്, ഏവിയേഷന്റെ സ്പേസ്, ആ സ്പേസ് ഒരു പ്രാവശ്യം അത് അൺയൂട്ടിലൈസ്ഡ് സ്പേസ് വിൽ ബിക്കം ഹൈലി പെരിഷബിൾ. അത് പെരിഷബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം എയർക്രാഫ്റ്റിന്റെ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസ് വേസ്റ്റ് ആയി. ആ സ്പേസ് ഇറ്റ് ഇസ് എ വേസ്റ്റേജ് ഓഫ് നാഷൻ. സോ അതുകൊണ്ട് നമ്മൾ സ്പേസ് ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കോവിഡിന്റെയും പാൻഡമിക്കിന്റെ ഒക്കെ സമയത്ത് നമ്മളുടെ എല്ലാ എയർലൈനും കാശുണ്ടാക്കിയത്, നഷ്ടത്തിലൊക്കെ പോവാതെ കാശുണ്ടാക്കിയത് കാർഗോ സർവീസ് കൊണ്ടാണ്. ഡൊമസ്റ്റിക് ആയാലും ശരി, ഇന്റർനാഷണൽ സർവീസ് ആയാലും ശരി, കാർഗോ സർവീസ്, അതായത് കാർഗോ ഫീൽഡിൽ, ലോജിസ്റ്റിക് ഫീൽഡിൽ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നല്ല സബ്ജക്റ്റാണ്. അത് എന്താ പറയുക, അതൊരു അതും പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു ചെറിയൊരു ടെക്നിക്കും കൂടി പറഞ്ഞുതരാം, കൂടുതൽ സമയം എടുക്കുന്നില്ല. നമ്മളൊക്കെ വീട്ടിൽ പല പൂജകൾക്കും പലതിനും ഭക്ഷണം കഴിക്കുന്ന ഒരു വളരെ പെട്ടെന്ന് കടിച്ചു തിന്ന ഒരു സാധനമുണ്ട്, കൊപ്ര. ഈ സാധനം ഫ്ലൈറ്റിൽ പെർമിഷൻ ഇല്ല കൊണ്ടുപോകാൻ. ഇറ്റ് ഈസ് ഫോർബിഡൻ ഫോർ കാരേജ് ഇൻ ഫ്ലൈറ്റ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊപ്ര തേങ്ങ ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്, അതുകൊണ്ട് അത് ഡേഞ്ചറസ് ആണ്. നമ്മൾ തിന്ന സാധനമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അത് ഞാൻ ബേസിക്കലി ഐ ആം എൻ എക്സ്പെർട്ട് ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ്. സോ ഞാൻ അതുകൊണ്ടാണ് ആ സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അവിടെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാം. പക്ഷെ അതൊരു നല്ല സബ്ജക്റ്റ് ആണ്. കുട്ടികൾക്ക് ജോലി സാധ്യതയും, പിന്നെ ഇത്രയും നല്ല ജോലി സാധ്യത, വേറെ ഇത്രയും കോമ്പറ്റീഷനൊന്നും ഇല്ലാത്തൊരു ജോലി സാധ്യതയാണ് ഈ ഏവിയേഷൻ. അതിൽ പാസഞ്ചർ ട്രാഫിക്കിലായാലും ശരി, ലോജിസ്റ്റിക് ട്രാഫിക്കിലായാലും ശരി. ഇപ്പം എൻ്റെ ഒരു പൊങ്ങച്ചം പറയുന്നതല്ല, എൻ്റെ ഒരു അടുത്ത ബന്ധു, ഞങ്ങളുടെ ഫാമിലി ബിസിനസ് തന്നെയാണ് ചെന്നൈയിൽ. ഞങ്ങൾ മാസം 1 കോടി റുപ്യയുടെ സാധനം ഇപ്പോഴും കാർഗോ പോകുന്നുണ്ട്. അപ്പം അത്രയും നല്ല ബിസിനസ്സാണ് ഈ ലോജിസ്റ്റിക് ബിസിനസ്. കാരണം ഒരിക്കലും ബാഗേജ് നമ്മുടെ അടുത്ത് വർത്താനം പറയില്ല, കാർഗോ നമ്മുടെ അടുത്ത് വർത്താനം പറയും. ഇപ്പം നിങ്ങളൊക്കെ അറിയുന്ന, സമയം കൂടുതലില്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിനെ പറ്റിയിട്ട് ചിലപ്പോൾ ഒരുപാട് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡിപ്ലോമാറ്റിക് ബാഗേജ് ഫോർ ഇൻഫർമേഷൻ, 3 types ഓഫ് ഡിപ്ലോമാറ്റിക് ബാഗേജ് ഉണ്ട്. ഒന്ന് കാറ്റഗറി വൈസ്, എ കാറ്റഗറി, ബി കാറ്റഗറി ആൻഡ് സി കാറ്റഗറി. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വന്നൊരു ഡിപ്ലോമാറ്റിക് ബാഗേജ് ഉണ്ടല്ലോ, വാർത്തയിലൊക്കെ വെക്കുന്നത്, അത് എല്ലാവർക്കും ഒരു ചിരി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സി കാറ്റഗറിയിൽ വരുന്നതാണ്. എ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചറുടെ കൂടെ പാസഞ്ചർ തന്നെ കയ്യിൽ കൊണ്ടുപോകുന്നതിന് എ കാറ്റഗറി എന്ന് പറയും.
ബി കാറ്റഗറി പാസഞ്ചർ ബുക്ക് ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് ബാഗേജ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ബി കാറ്റഗറിയിൽ നിന്നും സി കാറ്റഗറി കാർഗോ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതിന് പിന്നെ ആരോ കമ്പനിയൊന്നും ഉണ്ടാവില്ല. അതിനാണ് സി കാറ്റഗറി എന്ന് പറയുന്നത്. പക്ഷേ ന്യൂസൊക്കെ ഇടക്കിടക്കൊക്കെ കേൾക്കണം. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് സമയമായി എന്നേ തോന്നുന്നു എനിക്ക്. സോ ജസ്റ്റ് വെയിറ്റിംഗ്. പക്ഷേ Hello, Mohan sir. Please hand over to Balakrishnan sir. താങ്ക് യു. ഹാൻഡിങ് ഓവർ ടു ബാലകൃഷ്ണൻ സാർ. Thank you, Mohan sir. താങ്ക് യു. ബഹുമാനപ്പെട്ട മോഹൻ സാർ, മറ്റ് പാനലിലുള്ള എല്ലാ ബഹുമാനപ്പെട്ടവരെ, ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റ് മെമ്പേഴ്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇപ്പം മോഹൻ സാർ പറഞ്ഞെടുക്കുന്നത് തന്നെ എനിക്ക് തുടങ്ങാം. കാരണം നമ്മളുടെ ഏത് സമയത്ത് ഏത് ഗവൺമെൻറ് സംസാരിക്കുമ്പോഴും ആദ്യം പറയുന്നത് എന്താണ്? നമ്മളുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് എല്ലാ ഗവൺമെൻറ്റും പറയുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതി കംപ്ലീറ്റ് ഒരു പരിധിവരെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതേക്കുറിച്ച് പലപ്പോഴും എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും അതിൻ്റെ ചർച്ച കേൾക്കാതില്ല. പിന്നെ ഞാൻ ചെയ്തോളാം. പക്ഷെ ആദ്യമേ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഒരു ടെലിഫോൺ ഒന്നും പറയാൻ പറ്റില്ല, സംസാരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ മൗത്ത് പീസ് ഇവിടെ പിന്നെ വായ്ക്ക് നേരെ കൊണ്ടുവരണം, അതിനുശേഷം കേൾക്കണമെങ്കിൽ അത് ചെവിക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് കണ്ടുപിടിച്ച് അവിടെ അന്നേരത്തെ അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ കൊണ്ടുപോയ അവസരത്തിൽ പറഞ്ഞത് ഇറ്റ് ഈസ് എക്സലൻറ്റ് ബട്ട് നോട്ട് നെസസറി എന്നാണ് പറഞ്ഞിട്ട്. അതായത് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ട്. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു അവസ്ഥ? ഒരു മണിക്കൂർ സമയത്തേക്ക്, ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ബ്ലോക്ക് ആയിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താ ഉണ്ടായാൽ? പിന്നെ നമ്മളുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി എങ്ങനെ മാറിക്കഴിഞ്ഞു? ഇന്നത്തെ ബിൽഡിങ്ങിൻ്റെ കണ്ടീഷൻസ് നോക്കുക. ബാക്കി ഇപ്പോൾ വാഹനത്തിൻ്റെ ആയാലും ശരി, ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ശരി, അതായത് ലോകത്തിൻ്റെ പുരോഗതി ഒരു പരിധിവരെ ഒരു 75% നമുക്ക് പറയാം തീർച്ചയായും ഈ ബ്ലൂ കോളേഴ്സ്. ഇപ്പം മോഹൻ സാർ പറഞ്ഞു നിർത്തിയത് വൈറ്റ് കോളേഴ്സ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ബ്ലൂ കോളേഴ്സാണ്. അതായത് ഒരു പ്രാവശ്യം ജഡ്ജിമാരുടെ പാനലാണ് സാധാരണയായിട്ട് ഈ പേ കമ്മീഷനിലൊക്കെ നിയമിക്കുന്നത്. അതിലൊരു ആമുഖം തന്നെ പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി സ്കിൽഡ് ടെക്നീഷ്യൻ്റെ കയ്യിലാണ്, ബാക്കിയുള്ളവരൊക്കെ അതിനെ മാനേജ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മോഹൻ സാർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, എത്രയോ 600-ൽ കൂടുതൽ പ്ലെയിൻ പറക്കുന്നു. അതിനെ ആര് നിയന്ത്രിക്കുന്നു? അതേത് ടെക്നോളജിയാണ്? എല്ലാം നമ്മളുടെ എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളിൽ, അതായത് ഞാൻ കൂടുതൽ ലെങ്തി ആയിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളുടെ കുട്ടികളിൽ അതായത് ചെറുപ്പത്തിലേ അമ്മയും അച്ഛനും പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താണ്? നീ വളർന്നിട്ട് ആരാവണം. അപ്പോൾ ഒന്നുകിൽ ആ കുട്ടികൾ ശരിക്കും സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, ഒന്നുകിൽ ഡോക്ടർ ആവണം, ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. അപ്പോൾ എഞ്ചിനീയർ എന്ന ആ സെക്ഷനിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും അതായത് നമ്മുടെ സയൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സയൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ +2 കഴിഞ്ഞു, അതിനുശേഷം എത്ര പേർക്കാണ് ഈ ഡോക്ടർ ആവാനോ ഇല്ലെങ്കിൽ ഈ പിന്നെ ഗ്രാജുവേഷൻ നേടി നമ്മളുടെ പ്രൊഫഷണൽ കോഴ്സിൽ പിന്നെ ബിടെക് നേടാനും എത്ര കുട്ടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് എല്ലാവരുടെയും മോഹം അതാണ്, സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനുശേഷം എന്താണ് അവർക്ക്? ഇപ്പോൾ ബിടെക്കിനാണെങ്കിൽ അതിനൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. അത് മിക്കവാറും എന്തായിരിക്കും? സ്റ്റേറ്റ് ബോർഡോ ഇല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൻ്റെ അതോറിറ്റിയോ ആയിരിക്കും അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൽ കൂടി പാസ്സായതിനു ശേഷം മാത്രമേ ആ കുട്ടിക്ക് ഈ പ്രൊഫഷണൽ കോഴ്സിൽ ശരിക്കും പറയുന്ന നമ്മളുടെ ഡിഗ്രി ലെവൽ കോഴ്സിലേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികളോ നിരാശരായി എവിടെ ഇരിക്കും, അടുത്ത വർഷത്തേക്ക് വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തും. പക്ഷെ ആ കുട്ടി മനസ്സിലാക്കുന്നില്ല, അവൻ ആ ഒരു വർഷം അവൻ ഇവിടെ ഡിലേ ആകുന്നുണ്ടെങ്കിൽ വേറെ ബ്രാഞ്ചിലൂടെ അവൻ അതേ സ്ഥലത്തെത്താൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ സാധാരണയായിട്ട് ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ബിടെക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് AICTE നിർദ്ദേശിക്കുന്ന, അതായത് അവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നടത്തുന്ന കോഴ്സാണ് നമ്മളുടെ ബിടെക് എന്ന് പറയുന്നത്, 4 വർഷത്തെ കോഴ്സ്. അതിൽ പണ്ടൊക്കെ വെറും 4 പിന്നെ സെക്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ കൂടി
ഇതിലൊക്കെ ഒരുപാട് കൂടിയിട്ട് ഇപ്പം എന്തായി, ഒരുപാട് പുതിയ ട്രേഡുകൾ വന്നു, പുതിയ ബ്രാഞ്ചുകൾ വന്നു. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായി പറഞ്ഞ എന്താണ്, ഈ ലോകത്തിൻ്റെ വികാസം മുഴുവൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്പീഡ്, ഏതിൻ്റെ, ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ആ വെലോസിറ്റിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു റേ അയച്ചതിന് ശേഷം, ഒരു ലൈറ്റ് അയച്ചതിന് ശേഷം 200 പ്രകാശവർഷം ദൂരെയുള്ള ഒരു വസ്തുവിൻ്റെ പഠനം നമ്മൾ എങ്ങനെ നടത്തും? ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ടെക്നോളജി അതിനേക്കാളും ഇൻക്രീസ് ആയി. അപ്പോൾ വളർച്ച എല്ലാം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെയാണ്. അപ്പോൾ അത് പ്രാവർത്തികമാക്കുന്ന ഒരു മേഖലയാണ് നമ്മളുടെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആ എഞ്ചിനീയറിംഗിൽ വെറും ബിടെക് മാത്രമല്ല, ബിടെക്കിന് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും പല വിധത്തിലുള്ള വേറെ മേഖലകളുണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ സാധാരണയായിട്ട് നമുക്ക് കോഴ്സിനെ തരംതിരിക്കാവുന്ന ബിടെക്, അതായത് നമ്മളുടെ ഗ്രാജുവേഷൻ ലെവലാണിത്. അതിനുശേഷം എന്താണ്, 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ കോഴ്സസ്, അതിനുശേഷം ITI കോഴ്സസ്. പിന്നെ നമ്മളുടെ കേരള ഗവൺമെൻറ് നമ്മുടെ സാധാരണ എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, അതായത് ശരിക്ക് ബാക്കിയുള്ളതിലൊന്നും സെലക്ഷൻ കിട്ടാത്തൊരു ഒരു കണ്ടീഷനിലാണെങ്കിലും അവർക്കൊരു ചാൻസ് കൊടുക്കുന്ന ഏറ്റവും നല്ല കോഴ്സാണ് നമ്മളിപ്പം തുടങ്ങിയിരിക്കുന്ന ഈ KGC കോഴ്സസ്, അതായത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ കോഴ്സസ്. അപ്പോൾ നമുക്ക് ബിടെക്കിൻ്റെ അവിടെ ഇരിക്കട്ടെ, ബിടെക്കിന് ഓൾറെഡി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മിക്കവർക്കും അവർക്ക് അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം അറിയാം. ഏത് മേഖല സ്വീകരിച്ചാലാണ് എങ്ങനെയാണ് അവർക്ക് ജോലി സാധ്യതകളെന്ന് അവർക്കറിയാം, അവരത് സ്വീകരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിപ്ലോമ മുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതായത് എൻ്റെ ഉദ്ദേശം എന്താണ്, ഈ നേരിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിൽ സെലക്ഷൻ കിട്ടാതെ നിരാശരായിരിക്കുന്ന കുട്ടികൾക്കുള്ള മറ്റൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മളുടെ ഈ 4 വിധത്തിലായി തിരിക്കാം. പിന്നെ ഷോർട്ട് ടേം കോഴ്സസ് പല അതോറിറ്റി നടത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കുക, ഡിഗ്രി ലെവൽ കോഴ്സിൽ സാധാരണയായിട്ട് ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ആണെങ്കിലും പ്രാക്ടിക്കലിൻ്റെ അളവ് അവിടെ കുറവാണ്. അവിടെ ഡിപ്ലോമ ലെവൽ കോഴ്സ് വരുമ്പോൾ എന്തായി, അവിടെ പ്രാക്ടിക്കൽ ഒരൽപ്പം കൂടി, കാരണം അതൊരു സൂപ്പർവൈസറി കാറ്റഗറിയാണ്. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൂപ്പർവൈസറി കാറ്റഗറിയാണ്. അപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ച്, അതായത് AICTE ആണ് ഇതിൻ്റെ നിയന്ത്രണം നടത്തുന്നതെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് എത്ര പേപ്പർ വേണം? ഏകദേശം 17 പേപ്പർ വേണം. അപ്പോൾ അതിന് മുമ്പിൽ പറയാം, നമ്മളിപ്പോൾ നോക്കുന്നതാണെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിൽ ഒരു മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊക്കെയാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുകൂടാതെ ഇപ്പം പോളിമർ എഞ്ചിനീയറിംഗ് വരെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാത്തതിന് കാരണം എന്താണ്, അത് ഓൾറെഡി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പാസ്സായിട്ട് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ്? ബാക്കിയുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതിലുള്ള ഡിപ്ലോമ ലെവൽ കോഴ്സ് നമുക്ക് നോക്കാം. ഡിപ്ലോമ ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് അതിന് നിയന്ത്രണം നടത്തുന്നത്. അവർ നടത്തുന്നതിലാണെങ്കിൽ 3 വർഷത്തെ റെഗുലർ സ്റ്റഡിയാണ്. അതേ അവസരത്തിൽ ചില യൂണിവേഴ്സിറ്റി നടത്തുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അവർ 2 വർഷം കൊണ്ട് തീർക്കുന്ന കോഴ്സും ഉണ്ട്, 3 വർഷം കൊണ്ട് തീർക്കുന്ന കോഴ്സും ഉണ്ട്. അപ്പോൾ AICTEയുടെ നിബന്ധന അനുസരിച്ച്, അതായത് 17 റിട്ടൺ പേപ്പറും 4 പ്രാക്ടിക്കലും കമ്പൽസറിയാണ്. വേറെ ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഈ എഞ്ചിനീയറിംഗ് എന്ന സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 40 മാർക്കിൻ്റെ പ്രശ്നം അവിടെ മാറ്റി നിർത്തണം. നമ്മൾ സാധാരണയായിട്ട് കുട്ടികളോട് പറയുന്ന ഒരു അവസ്ഥ എന്താണ്, 40 മാർക്കിന് പാസ്സായി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലാംഗ്വേജിൽ പറയുന്നത് 60 മാർക്കിന് അവൻ തോറ്റു എന്നാണ്. കാരണം ഇവിടെ പെർഫെക്ഷനാണ് നമുക്ക് ആവശ്യം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായി പഠിച്ചിരിക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, ചിലപ്പോൾ അതേ സയൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ മിക്കവാറും പഠിക്കുന്നത്. പക്ഷേ ആ പഠനവും എഞ്ചിനീയറിംഗ് പഠനമായിട്ടുള്ള വ്യത്യാസം എന്താണ്? യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഹിയർ. അതായത് എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അവിടെ പ്രാവർത്തികമാക്കണം. അതാണ് അവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ എലിജിബിലിറ്റി എന്താണ്? സാധാരണയായിട്ട് ഇതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പാസ്സായ കുട്ടികൾ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായിട്ട് എന്ത് ചെയ്തു? അവർ ഡിഗ്രി കോഴ്സിന് പോയി. അതേ അവസരത്തിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ
അവർക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാം. ഡിപ്ലോമ കോഴ്സിൽ സാധാരണയായിട്ട് അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കുന്നത് 10ാം ക്ലാസ്സിൽ അവർ നേടിയിരിക്കുന്ന, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റ് നേടിയിരിക്കുന്ന മാർക്കിൻ്റെയാണ് ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ എന്തായിരിക്കണം ഒരു ക്വാളിഫയിങ് മാർക്സ്, അതായത് ഒരു 50% ആണ് അവർ വെക്കുന്നതെങ്കിൽ ആ 50% മസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമ കോഴ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ ഉള്ളത്. അതിനുശേഷം അവരെന്ത് ചെയ്യും, അവർ പിന്നെ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ സീനിയോറിറ്റിയിൽ വരുമ്പോൾ മെറിറ്റ് ലിസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. ഇനി ഇതല്ലാതെ നടത്തുന്ന ചില ഇതുണ്ട്, അതായത് ചില യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് ഓട്ടോണമസ് ബോഡീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവർ 2 വിധത്തിലാണ് കുട്ടികളെ സെലക്ട് ചെയ്യുക. എങ്ങനെ, ആ എൻറ്റയർ പിന്നെ സിലബസിനെ അവർ 2ആയി തിരിക്കും. ഒന്ന് സെക്ഷൻ എ, രണ്ടാമത്തത് സെക്ഷൻ ബി. അപ്പോൾ പിന്നെ ഈ സെലക്ഷൻ, അതായത് +2 സയൻസ് ഗ്രൂപ്പിൽ ഫെയിലായ കുട്ടികൾ, അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ +2 പാസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന കുട്ടികൾ, അവരെ എന്ത് ചെയ്യും, അവർ നേരെ സെക്ഷൻ എയിൽ ചേർക്കും. അപ്പോൾ സെക്ഷൻ എയിൽ ചേർത്താൽ ആ സെക്ഷൻ എ പാസ്സായതിനു ശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്ഷൻ ബിയുടെ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം മറ്റുള്ള ഒരു ഘടകം എന്താണ്, ചില യൂണിവേഴ്സിറ്റി നടത്തുന്നത്, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പാസ്സായിരിക്കുന്ന കുട്ടികൾ, അതായത് +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പാസ്സായിരിക്കുന്ന കുട്ടികൾക്ക് അവർ നേരെ സെക്ഷൻ ബിയിലേക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എത്ര വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാമത്? അവർക്ക് തീർച്ചയായും 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. അതായത് അവിടെ നമ്മൾ എൻട്രൻസ് എഴുതിയിട്ട് അവിടെ പിന്നെ പരാജയപ്പെട്ടു, നമ്മൾ 1 വർഷം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ അവരെന്ത് ചെയ്യുന്നു, നേരെ സെക്ഷൻ ബിയിലേക്ക് അഡ്മിഷൻ നേടി ആ 2 വർഷം കൊണ്ട് എന്താണ് അവർ ഡിപ്ലോമ നേടി. അതിനുശേഷം അടുത്ത വർഷം എന്ത് ചെയ്തു, ലാറ്ററൽ എൻട്രിയിലൂടെ നേരെ ബിടെക്കിലേക്ക് അഡ്മിഷൻ നേടിയാലും ഏകദേശം 1 വർഷത്തിന്റെ വ്യത്യാസം മാത്രമേ അവനുള്ളൂ. അപ്പോൾ അവിടെ നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കുട്ടികൾക്ക് ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിപ്ലോമ കോഴ്സിലൂടെ നമുക്ക് ആ വിധത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കൂടെ തന്നെ എത്താം. അതായത് ആ ബിടെക്കുകാർക്ക്, അതായത് എൻ്റെ ഇപ്പോൾ 2 കൂട്ടുകാർ ഒരുമിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഒരുത്തിന് നല്ല ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്നു, അവൻ എന്ത് ചെയ്തു, ബിടെക്കിന് സെലക്ട് ആയി. മറ്റുള്ള ഒരു കുട്ടി എന്താണ്, അവന് സെലക്ട് ആവാത്തത് കൊണ്ട് അവൻ ഇതേമാതിരി ഏതെങ്കിലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സെക്ഷൻ ബിയിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ നേടി. 2 വർഷം കൊണ്ട് ഇവനെന്തായി, ഡിപ്ലോമ നേടി. വീണ്ടും ലാറ്ററൽ എൻട്രി നേടിയതിനു ശേഷം എന്താണ്, അവിടെ പോയി അവിടെ അവന് കിട്ടുന്ന ഗുണമുണ്ട്. കാരണം ബിടെക്കിനുള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പ്രാക്ടിക്കൽ ഇതിനാണുള്ളത്, ഡിപ്ലോമക്കാണുള്ളത്. അപ്പോൾ അവൻ പ്രാക്ടിക്കലി എന്തായി, ആ ബിടെക്കാരേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിലെത്തി. ഇത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. +2 ശേഷം പിന്നെ +2 അഥവാ നമുക്ക് ബിടെക്കിന് സെലക്ഷൻ കിട്ടുന്നില്ലെങ്കിലും മറ്റുള്ള ഗ്രൂപ്പ് എടുത്ത് +2 പാസ്സായാലും ശരി, ഇനി അഥവാ +2 ഫെയിൽ ആയാലും ശരി, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഡിപ്ലോമ നേടാൻ സാധിക്കും. നമ്മൾ സാധാരണ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പിന്നെ പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 3 വർഷത്തെ പഠനമാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഡിഗ്രി കോഴ്സിന് തുല്യമായി അത് ഓൾറെഡി അംഗീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പ്രബലമായിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ഡിപ്ലോമയിൽ എടുക്കാൻ പറ്റുന്ന ഏതെല്ലാം, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഗ്രൂപ്പ് തന്നെയുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉണ്ട്. ഇതൊക്കെ നമ്മളെ ജില്ലയിൽ തന്നെയുണ്ട്. ഇത് നടത്തുന്ന പോളിടെക്നിക്കുകൾ നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. മെഡിക്കൽ ഇലക്ട്രോണിക്സ് നോക്കുക, പുതിയ അതായത് സയൻസിൻ്റെ വികാസം, അതായത് ടെക്നോളജിയുടെ വികാസം എത്രമാത്രമായി എന്നുള്ളത് നോക്കുക. മെഡിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ വേറൊരു സെക്ഷൻ തുടങ്ങി. ടെക്സ്റ്റൈൽ ടെക്നോളജി മുമ്പേ ഉണ്ട്, വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ പല വിധത്തിലുള്ള ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ നിരാശരാവാതെ അതായത് ബിടെക്കിന് സെലക്ഷൻ കിട്ടുന്നില്ലെങ്കിലും പിന്നെ ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങൾ, ഇത് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരായിട്ട് ആദ്യം ബന്ധപ്പെടുക. പിന്നെ അവരതിൻ്റെ ശരിക്കും ഗൈഡ് ലൈൻ തരും, അവർക്ക് ചേർന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. 1 വർഷം പോലും ഇവിടെ ലാപ്സ് ആവാതെ വിധത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, പിന്നെ ഉന്നത നിലയിൽ എത്താൻ കഴിയും. ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ അവർക്ക് എത്താൻ കഴിയും. ഹയർ സ്റ്റഡീസിൻ്റെ സാധ്യത ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് പിന്നെ ഡിപ്ലോമ പാസ്സായതിനു ശേഷം ലാറ്ററൽ എൻട്രിയിലൂടെ അവൻ എന്ത് ചെയ്യാം, ബിടെക്കിന് പോകാം, ബിടെക്കിൽ ചേർന്ന് പഠിക്കാം. അപ്പോൾ ബിടെക്കിൻ്റെ കോഴ്സ് അവൻ എത്ര വർഷമേ പഠിക്കണ്ടു? 3 വർഷം മാത്രം. അപ്പോൾ അതൊരു നല്ല സൗകര്യം തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ആദ്യം സൂചിപ്പിച്ചത് സ്കിൽഡ് ടെക്നീഷ്യൻസ് ആണ്. ഏത് രാഷ്ട്രത്തിൻ്റെ ആയാലും ശരി, ശരിക്ക് പറഞ്ഞാൽ അവരാണ് രാഷ്ട്രത്തിൻ്റെ ശില്പികൾ.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ പുതിയ ഗവൺമെന്റ് വന്നാലും ശരി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി, ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്ന ആർക്കാണ്? സ്കിൽഡ് ടെക്നീഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതിനാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ITI കോഴ്സസ് ആണ്. നമ്മുടെ DE&T ബാക്കിയുള്ള തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെങ്കിൽ ഈ ITI ആരുടെ കീഴിലാണ്? കോഴ്സ് ആരുടെ കീഴിലാണ്? അത് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ്ങിന്റെ കീഴിലാണ്. അതായത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയായിട്ട് ബന്ധമില്ല. അപ്പോൾ ഈ ITI കോഴ്സസിൽ പിന്നെ 2 വിധത്തിലുള്ള കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് അംഗീകാരത്തിന്റെ ഒരു വശം വെച്ച് നോക്കുന്നതാണെങ്കിൽ രണ്ടാമതൊരു പരീക്ഷ കൂടി എഴുതിയാലേ അവർക്ക് NCVTക്ക് തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതേ അവസരത്തിൽ ബാക്കി പിന്നെ ITI നേരിട്ട്, അതായത് NCVT അംഗീകരിച്ചതാണെങ്കിൽ അവർക്ക് കിട്ടുന്ന എന്താണ്? നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത ഒരു 1-2 പ്രാവശ്യം കുട്ടികൾ അഡ്മിഷൻ വന്ന അവസരത്തിൽ ചോദിച്ചതാണ്. അതായത് ഇത് നടത്തുന്ന ആരാണ്? ഒന്നുകിൽ ഗവൺമെന്റ് ITI ആയിരിക്കാം, ഇല്ലെങ്കിൽ അഫിലിയേഷൻ കിട്ടിയിരിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളായിരിക്കാം. അപ്പോൾ 1-2 കുട്ടികൾ രക്ഷിതാക്കളൊക്കെ ചോദിച്ചൊരു സംശയം എന്താണ്? സാർ, ഇത് പ്രൈവറ്റ് അല്ലേ, അപ്പോൾ ഇവിടെ കിട്ടുന്ന NCVT എങ്ങനെ മറ്റേതിൻ്റെ തുല്യമാവുക? അപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഈ പ്രൈവറ്റ് ആയാലും ശരി, അത് മാനേജ്മെന്റിന്റെ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. മറ്റേത് ഗവൺമെന്റ് നേരിട്ട് കൺട്രോൾ ചെയ്യുന്നു, ബാക്കി മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതായത് അഡ്മിഷൻ വെരിഫിക്കേഷൻ മുതൽ പിന്നെ സെമസ്റ്റർ എക്സാമിനേഷൻ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ NCVT, അതായത് നമ്മുടെ പിന്നെ ഈ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് തന്നെയാണ്. അതിലിപ്പോൾ എന്തേ സൗകര്യമുള്ളൂ? മുമ്പൊക്കെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 10 വർഷം വരെ കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള കംപ്ലൈന്റ് വന്നിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോഴെന്താണ്, നമുക്ക് നേരിട്ട് പിന്നെ ഏത് ITIയിലാണോ പഠിക്കുന്നത് അവിടുന്ന് തന്നെ MISS പോർട്ടലിൽ പോയിട്ട് അവിടുന്ന് പിന്നെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഔട്ട് ചെയ്യാനും ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ കുട്ടികൾ മുമ്പത്തെ മാതിരി താമസിക്കേണ്ട ആവശ്യമില്ല, അത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മുമ്പൊക്കെ 3 വർഷം കഴിഞ്ഞാലേ ശരിക്കും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും. ഇപ്പോൾ ആ താമസം ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. ITI കോഴ്സസ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം തന്നെ ഉചിതമായ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സാധാരണയായിട്ട് അതിൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി എങ്ങനെയാണുള്ളത്? ഒരു ട്രേഡ് പ്രാക്ടിക്കൽ, പിന്നെ ഒരു ട്രേഡ് തിയറി, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 7.5 മണിക്കൂറാണ് ഒരു ദിവസത്തെ പിന്നെ പഠനമെങ്കിൽ അതിൽ 5 മണിക്കൂർ എന്താണ്? പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഒരു സീസ് മടുപ്പ് വരുന്ന അവസ്ഥ എവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ പരീക്ഷ കുറച്ചുകൂടി പരീക്ഷ എങ്ങനെയാക്കിയത്? ഇപ്പോൾ OMR ഷീറ്റിലാണ് അതിൻ്റെ പരീക്ഷ. ആ പരീക്ഷയിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഞാൻ പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോഴ്സിനെ കുറിച്ചാണ്. കേരള സ്റ്റേറ്റ് പിന്നെ അതായത് എഡ്യൂക്കേഷണൽ മേഖല ഈ വിധത്തിൽ ടെക്നിക്കലായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. ഇത് നടത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. കോഴ്സിന്റെ പേരെന്താണ്? കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് 2 വർഷത്തെ കോഴ്സാണ്. അതിൽ പിന്നെ ഏതെല്ലാണ് ബ്രാഞ്ച് ഉള്ളത്? സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. അതായത് പിന്നെ ഈ ഇത്ര ബ്രാഞ്ചിലാണ് സാധാരണയായി KGC കോഴ്സസ് നടത്തുന്നത്. എല്ലാം 2 വർഷത്തെ ഡ്യൂറേഷനാണ്. അത് പിന്നെ അഡ്മിഷന് വേണ്ടി എലിജിബിലിറ്റി എന്താണ്? +2 സയൻസ് ഗ്രൂപ്പ് വേണമെന്നില്ല, SSLC ഓർ +2 പിന്നെ പാസ്സായാലും ഫെയിൽ ആയാലും ശരി. അത് SSLC പാസ് വേണം, പക്ഷേ +2 ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്താണ് അഡ്മിഷൻ നേടാനുള്ള അവസരമാണ്. ഇതിൻ്റെ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ്? അതായത് ട്രെയിനിങ്ങിൻ്റെ പാറ്റേൺ
ഒരു സബ്ജക്റ്റിന് 384 മണിക്കൂറാണ് അവരുടെ ശരിക്കുള്ള പഠനത്തിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. പിന്നെ പ്രാക്ടിക്കലിന് എത്രയാണ്? അതിൻ്റെ ഇരട്ടിയാണ്, 768 മണിക്കൂർ. പരീക്ഷ എങ്ങനെയായിരിക്കും? അതായത് നമ്മളുടെ ഈ സ്ഥാപനങ്ങൾ, ഏത് സ്ഥാപനങ്ങളിലാണോ ആ കോഴ്സ് നടത്തുന്നത് അവർക്കൊരു 100 മാർക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് കൊടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ 500 മാർക്കിൻ്റെ പരീക്ഷയാണ് സാധാരണയായിട്ട് ഗവൺമെൻറ് എടുക്കുക. അത് 2 വർഷത്തെ പഠനത്തിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പുള്ള എക്സാമിനേഷൻസ് എല്ലാം തന്നെ ആ പഠിക്കുന്ന സ്ഥാപനം തന്നെയാണ് നടത്തുക. അത് ഇത്ര പരീക്ഷ എന്നുണ്ട്. ആ പരീക്ഷ നടത്തിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എവാലുവേഷൻ നടത്തി നമ്മൾ ഇൻറ്റേർണൽ മാർക്ക് എന്ത് ചെയ്യും, എല്ലാം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ 600 മാർക്കിൻ്റെയാണ് ടോട്ടൽ പരീക്ഷ. അതിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടത്? 40% മാർക്സ് മിനിമം ആവശ്യമാണ്. അപ്പോൾ ഇത് ഇവിടെ പല സ്ഥാപനങ്ങളും, ഇവിടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. യൂണിവേഴ്സൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സ്ഥാപനം പിന്നെ നമ്മളുടെ പയ്യന്നൂരുണ്ട്, അതേമാതിരി തന്നെ കണ്ണൂരുമുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരും തന്നെ മാതൃകാപരമായ നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെയാണ് പിന്നെ ക്ലാസ് നടത്തുന്നതും. അതോടൊപ്പം തന്നെ പരീക്ഷയിൽ ഉന്നത വിജയമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ നിരാശരാവേണ്ട യാതൊരു ആവശ്യവുമില്ല. അത്ര സമയമാ? അപ്പോൾ കുട്ടികൾക്ക് നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇപ്രാവശ്യം വേറെ ഈ കൊറോണയുടെ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇപ്രാവശ്യം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി, പരീക്ഷ ഇപ്പൊ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന് അത്ര വിശ്വാസമുണ്ട്, സ്ഥാപനങ്ങൾ നല്ല നിലയിലാണ് പിന്നെ ഇതിൽ ട്രെയിനിങ് കൊടുക്കുന്നതെന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പരീക്ഷ നടത്തിയിട്ട് നമ്മൾ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലാതെ അതൊരു പിന്നെ ഇതായിട്ടുള്ള കേസല്ല അത്. അപ്പോൾ നോക്കുക, ബിടെക്കിന് അഡ്മിഷൻ കിട്ടാത്തൊരു കുട്ടിക്ക് എന്തെല്ലാം മേഖലയിൽ നമുക്ക് പിന്നെ ഉപരിപഠനം നടത്താൻ പറ്റും. ഇനിയിപ്പം വേറൊരു കാര്യം കൂടി പറയാം. ഈ KGC പാസ്സായതിനു ശേഷവും എന്ത് ചെയ്യാം? അവൻ ലാറ്ററൽ എൻട്രിയിലൂടെ നേരെ ഡിപ്ലോമക്ക് പോകാം. ഇപ്പോൾ ഡിപ്ലോമ 2 വർഷം കൊണ്ട്, ആ ഡിപ്ലോമ പാസ്സായതിനു ശേഷം അവന് വേണമെങ്കിൽ വീണ്ടും ലാറ്ററൽ എൻട്രിയിലൂടെ എന്ത് ചെയ്യാം? പിന്നെ ബിടെക്കിന് പോകാം. അപ്പോൾ അവിടെ ഒരു വർഷം ലാഭം. അപ്പോൾ ആകെ 1.5 വർഷം 2 വർഷമേ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുതൽ വേസ്റ്റ് ആക്കുന്നുള്ളൂ. പക്ഷേ വേറൊരു അതിലുള്ള ഗുണം എന്താണ്? ഇപ്പം നമ്മൾ ഒരു KGC പാസ്സായതിന് ശേഷം ലെറ്റർ എഴുതിയിട്ട് ഡിപ്ലോമക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ പ്രാക്ടിക്കലി അവൻ ഒരുപാട് മുമ്പിലെത്തി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സാണ്. ബാക്കി ജോലിയുടെ കാര്യം നമ്മളിപ്പോൾ ഒരു സമീപ വർഷങ്ങളിൽ നമ്മൾ പരിശോധിച്ചത്, ഏറ്റവും കൂടുതൽ ജോലിക്ക് വേണ്ടി ആൾക്കാർ കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് ഓരോ സ്ഥാപനത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ KGCക്കും NCVT കോഴ്സിനുമാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ചില കുട്ടികൾ പറയും, നീ എന്താ പഠിക്കുന്നത്, നീ ഇന്നതാ പഠിക്കുന്നത്. അവൻ്റെ പഠനത്തിന് ഒരു ലിമിറ്റും ഇല്ല. അതായത് അവൻ എന്ത് ചെയ്യാം? തീർച്ചയായും പിന്നെ അവൻ കംപ്ലീറ്റ്, അതായത് എപ്പോഴും കണ്ടിന്യൂസ് എൻഗേജ്മെന്റ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാം? മറ്റു മാർഗത്തിലൂടെ നേരെ അവനേക്കാളും ചിലപ്പോൾ മുമ്പിലോ ഇല്ലെങ്കിൽ അവനൊപ്പമോ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഓരോ ഇതിൻ്റെ വിഷയത്തിൻ്റെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിന് 2 തിയറി പേപ്പർ, ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഒരു പ്രാക്ടിക്കൽ. അതുമാതിരി തന്നെ മെക്കാനിക്കലിനാണെങ്കിൽ അതേമാതിരി തന്നെ. പക്ഷെ അതൊരു പേപ്പറിന് എന്താ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മെക്കാനിക്കലും ഇലക്ട്രിക്കലും കൂടി ഒരു പേപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെയും മൊത്തത്തിൽ വരുന്നത് 4 പേപ്പർ തന്നെ. അങ്ങനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും പിന്നെ അതേമാതിരി തന്നെ എല്ലാറ്റിനും 4 പേപ്പർ വീതമാണുള്ളത്. കുട്ടികൾക്ക് യാതൊരു സംശയവുമില്ലാതെ വന്ന് ചേരാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതുമാണ്. കുട്ടികൾക്ക് ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള കോഴ്സുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എനിക്ക് ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള നിരാശ മാറ്റിവെക്കുക. എപ്പോഴും അടുത്ത ഓപ്ഷനിൽ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരിക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് പിന്നെ ആ ഉചിതമായ ട്രേഡ് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഉചിതമായ പഠനത്തിന് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you so much, Balashna sir. Now, Correct. Ms. Binti Shajit will discuss about the management studies. Over to Binti, ma'am. Yeah. Hi. Good evening. I'm Binti Shajit,
Chief Operating Officer of Universal College of Management Study. After a wonderful session, let me just brief about the management courses, scope and opportunities. So management courses are one of the most popular choice of graduation subject for any student after class 12. There are plenty of employment as well as higher education opportunities for a student. Here are some reasons why you should consider taking up management course after class 12th. Class 12th is a very important milestone in any student life and is also a very crucial time. The choices made by the student at this stage may define what they do in their long-term career. A student may also feel pressurized to courses or streams just because their parents think it is the best, or just because their friends are going for it, right? So part of this, because there are plenty of options for streams, degree courses, colleges a student can take up after class 12, with nobody there to explain the pros and cons or the scope of their option, or the scope of their options. So I just want to give a course after class 12. I'll just brief it out. So there are many courses like Bachelor of Commerce, Bachelor of Business Administration, Bachelor of Business Studies, Bachelor of Computer Application, again BCom Integrated Law, and many programs are there. So after 12th, you can, before taking, as Sajjan sir have mentioned very beautifully, like before taking any courses after school, it is very important that you do a proper research and analysis, your personal skill and goals, right? So I'll just brief it out. Like there's an excellent scope and career opportunities for management courses. Okay, so some of the organizations that are well suited for management stream graduation includes like bank sectors, investment firms, government organizations, like that. Goes on. Private companies and multinational companies are also stay on the lookout for talented management graduates for filling up executive level position like human resources, market, sales, like that. It goes on again. So after plus two, okay, there's again a big wide scope for again in masters, a great base for MBA actually. So an MBA degree offers many professional as well as personal benefits. Whether you work in a technology, finance, management, marketing, or manufacturing, an MBA degree will open up opportunities for a great responsibility and increase financial wealth. And again, MBA develop advanced and flexible management skills. And coming to the specialization, there are a lot of MBA specialization to fit your exact goals. The specialization includes a lot of like it's for example like general management, international business, strategic management, finance, human resources, marketing, operation management, IT management, consulting, digital marketing, hospital management. It goes on again. There are a number of MBA specialization in it. Again, MBA access to extensive business network. And the other side I can say is a very attractive point. I can say MBA salaries are some of the highest on the job market. So that is again a attractive thing compared to in salary scale. So again, it's a wide scope. So the coming to the study abroad part, I can say study abroad part again is a wide range in overall world.
So study excellent MBA all over the world. So gain a wide open space. So I'll just hand over to the expert of study abroad, the study abroad team, like lead study abroad team, to the expert. I'll just hand over the section. Thank you. Thank you, Bindu. Over to Mr. Nahas to speak about study abroad. Lead Yes, study. Thank you. yes, sir. Can you hear me? Yes. Yeah. Yes, okay. And just a minute. Okay, hi. I'm Nahaz Naushad. I'm from Lead Study Abroad. I'm one of the panelists on UK Study Abroad in there. ലീഡ്സിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ 10 years of experience ഉണ്ട് ലീഡ് സ്റ്റഡി അബ്രോഡിന് ഓവർസീസ് എഡ്യൂക്കേഷനിൽ. So we are doing admissions in UK, Canada, Australia, New Zealand and European countries. നമ്മൾ അഡ്മിഷൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന സർവീസസ് ഞാൻ യു കെ ആണ് റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന എല്ലായിടത്തും. സോ യു കെയിലെ പുതിയ ഇമിഗ്രേഷൻ റൂൾസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് October 5th അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. സോ ഹയർ സ്റ്റഡീസ് നോക്കുന്നവരും അതേപോലെ തന്നെ യു കെയിലേക്ക് ഒരു സ്റ്റഡീസ് നോക്കുന്ന ഹയർ സ്റ്റഡീസ് ബാച്ചുലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് നോക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരമുള്ള ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ പുതിയ ഇമിഗ്രേഷൻ റൂൾസില് സ്റ്റുഡന്റ് വിസയിൽ നിന്ന്, അതായത് Tier 4 സ്റ്റുഡന്റ് വിസയിൽ നിന്ന് Tier 2 ജനറൽ വർക്ക് കാറ്റഗറിയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ ലീഡ് സ്റ്റഡി അബ്രോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എവറി പോസ്റ്റ് ലാൻഡിംഗ് സർവീസ് തൊട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ, പോസ്റ്റ് ലാൻഡിംഗ് എല്ലാ സർവീസും ലീഡ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ബ്രാഞ്ചസ് വന്നിട്ട് കണ്ണൂർ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഹെഡ് ഓഫീസ് വന്ന് കോഴിക്കോടാണ് ഹെഡ് ഓഫീസ് വരുന്നത്. ദെൻ കണ്ണൂർ, മലപ്പുറം, പിന്നെ അതേപോലെ തന്നെ എറണാകുളം, ദെൻ കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം. കൊല്ലം നമ്മൾ റീസെന്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. വെരി നെക്സ്റ്റ് മന്ത് നമുക്ക് കൊല്ലം ബ്രാഞ്ചസ് ഓപ്പൺ ആവുന്നുണ്ട്, കൊല്ലം ആൻഡ് ട്രിവാൻഡ്രം. അതേപോലെ തന്നെ നമുക്ക് ബാച്ചുലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് അതേ കോഴ്സസ് നോക്കുന്ന കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികൾക്ക് ബാച്ചുലേഴ്സും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് മാസ്റ്റേഴ്സുമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മള് മോനൻ സാറൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി എയർലൈൻ വിഭാഗമായാലും ഇപ്പൊ ഏവിയേഷൻ ആയാലും മാനേജ്മെന്റ്, വിന്ദി മാം പറഞ്ഞ പോലെ മാനേജ്മെന്റ്, എല്ലാ ഓപ്ഷൻസ് യു കെയില് നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്ത് പോകാൻ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. മെയിൻ കുട്ടികൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, അതായത് ബാച്ചിലർ കോഴ്സ് ആണ് യു കെയിലേക്ക് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ, അതായത് +2 എൻട്രി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 65% ആണ്. 65% ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് 50 to 60% അക്സെപ്റ്റബിൾ ആണ് ഫോർ ബാച്ചിലേഴ്സിന്. ബാച്ചിലേഴ്സിൽ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. ബാച്ചിലേഴ്സിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സസ് ആർ അവൈലബിൾ ആണ്. MBBS കോഴ്സസും അവൈലബിൾ ആണ്. MBBSും നമുക്ക് യു കെയിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് Q&A സെക്ഷനിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് MBBS അല്ലെങ്കിൽ അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് നോക്കുന്ന കുട്ടികൾക്കുള്ള ആ എൻട്രി റിക്വയർമെന്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. മേജർ ഇൻടേക്സ് യു കെക്ക് ഇനി വരുന്ന ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി ഇൻടേക്ക് ആണ്. there is also some multiple intakes are there. Some universities will providing multiple intakes. നമുക്ക് ജാനുവരി ഇൻടേക്ക് കഴിഞ്ഞാൽ മേജർ ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. സോ സെപ്റ്റംബർ ഇൻടേക്കിന് നമുക്ക് ഫോക്കസ് ചെയ്യുന്ന മെയിൻ ക്യാമ്പസുകളെല്ലാം സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കാണും. ഈ മെയിൻ ക്യാമ്പസുകളിൽ തന്നെ ചില ക്യാമ്പസുകളിൽ മാത്രമേ ജാനുവരി ഇൻടേക്കിന് കോഴ്സസ് ഉണ്ടാവുള്ളൂ, നമുക്ക് ചൂസ് ചെയ്ത് പോവാൻ പറ്റുകയുള്ളൂ. അപ്പൊ ജാനുവരി ഇൻടേക്ക് ഇപ്പോഴ് ഓൺഗോയിങ് ആണ്. സോ സ്റ്റുഡൻസ് ആർ ലുക്കിംഗ് ഫോർ മാസ്റ്റേഴ്സ് ഓർ ബാച്ചുലേഴ്സ് ഫോർ ജാനുവരി ഇൻടേക്ക്. ദേ ക്യാൻ കോൺടാക്ട് അവർ വൺ ഓഫ് ദ ബ്രാഞ്ചസ്. ഓക്കെ, ദെൻ ഇപ്പൊ യു കെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ യു കെന്റെ ഒരു ജോഗ്രഫിക്കൽ സയൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. യു കെന്റെ കുറിച്ച് കുറച്ചും കൂടെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. യു കെയില് നിങ്ങൾക്ക് യു കെ മെയിൻലി ഡിവൈഡഡ് ഇൻ 4 കൺട്രീസ് ആണ്.
അതില് ഒന്ന് വന്നിട്ട് ഒരു പ്രൊവിൻസ് ഇംഗ്ലണ്ട് ആണ് വരുന്നത്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് ആൻഡ് വെയിൽസ്, ഇങ്ങനെ 4 പ്രൊവിൻസുകളാണ് വരുന്നത്. സോ യു കെയിൽ തന്നെ ഇംഗ്ലണ്ട് ആണ് കൂടുതൽ കുട്ടികളും ചൂസ് ചെയ്യാറ്. കാരണം വെച്ചാൽ ലണ്ടൻ ഔട്ട് ഓഫ് ദ പ്ലേസ് എന്ന് പറയുന്ന ലണ്ടൻ ആണ് യു കെയിലെ. അപ്പം ലണ്ടനിലെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കോഴ്സുകൾ ചൂസ് ചെയ്യുന്നത് ലണ്ടനിലാണ്. So London is the best place, and inner and outer UK totally better place ആണ് higher studies in. So നിങ്ങൾക്ക് after completing the course നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് ഇപ്പം നമ്മൾ മോഹൻ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏവിയേഷൻ ഫീൽഡും അതേപോലെ തന്നെ മാനേജ്മെന്റ് ആയിട്ടുള്ള കോഴ്സ്, മാനേജ്മെന്റ് സ്റ്റഡീസും എഞ്ചിനീയറിംഗ് സ്റ്റഡീസും ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് യു കെക്ക് പുതിയ ഇമിഗ്രേഷൻ റൂൾസ് പ്രകാരം. സോ ബാച്ചുലേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആണ് യു കെയിൽ വരിക. മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നിട്ട് 55% ഓഫ് മാർക്സ് ആണ് വേണ്ടത് ബാച്ചുലേഴ്സിന്. അത് ബാച്ചുലേഴ്സിന് 55% ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സിന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ വേറെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം, ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ IELTS ഇല്ലാതെയും പോകാൻ പറ്റും എന്നുള്ളതാണ്. യു കെയിൽ IELTS ഇല്ലാതെ എങ്ങനെ പോകാമെന്നായിരിക്കും ചിലർക്ക് ചോദ്യങ്ങൾ കാണും. അപ്പം ഒരുപാട് ആഡ്സും കാര്യങ്ങളും വെച്ചിട്ട് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട് യു കെക്ക് IELTS ഇല്ലാതെ പോകാൻ സാധിക്കുമെന്നുള്ളത്. യു കെക്ക് IELTS ഇല്ലാതെ പോകാൻ സാധിക്കും. അത് കണ്ടീഷൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. സോ ആ കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഇംഗ്ലീഷിന് 70% മാർക്കുള്ള കുട്ടികൾക്ക് വിതൗട്ട് IELTS യു കെയിലേക്ക് പോകാൻ സാധിക്കും. വിതൗട്ട് IELTS യു കെയിൽ പോകാൻ സാധിക്കുന്നതാണ് 70% ഓഫ് മാർക്ക് ഇംഗ്ലീഷിന് അവർ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ +2. അതേപോലെ തന്നെ IELTS ഇല്ലാതെ പോകാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MOI വെച്ച് നമുക്ക് പോകാൻ പറ്റും. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, നമ്മൾ പഠിച്ചത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില യൂണിവേഴ്സിറ്റികൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. So there are options in UK without IELTS. Okay, and നമുക്ക് യു കെയിൽ ഇപ്പോഴ് ഉള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. സോ 2 years സ്റ്റേ ബാക്ക്, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയും. കറക്റ്റ് അതിന്റെ മീനിങ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്നാണ്. നമ്മള് മലയാളികള് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ ആയി, സ്റ്റേ ബാക്ക് എന്നായി പോയി. സത്യത്തിൽ അത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയാണ്. സോ അത് 2 year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്. കുട്ടികൾ മാസ്റ്റേഴ്സ് നോക്കുന്ന കുട്ടികൾക്കും ബാച്ചിലേഴ്സ് നോക്കുന്ന കുട്ടികൾക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നമുക്ക് അവൈലബിൾ ആണ്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് സക്സസ്ഫുള്ളി ദേ ക്യാൻ അപ്ലൈ ഫോർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. അത് 2 year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ലീഡ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻടേക്കിലും നമുക്ക് ഏകദേശം 10 years എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. നമ്മളുടെ ഇതിന്റെ MD വന്നിട്ട് റനീഷ് ആണ്. പുള്ളി സാർ ഇപ്പം നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നില്ല, സോ സം ഇഷ്യൂസ് കാരണം, സോ ട്രാവൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിട്ട് സാർ ജോയിൻ ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് ഓവറോൾ 10 years എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിൽ, അതായത് ഓവർസീസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമുക്കുള്ളത്. സോ നമുക്ക് വരുന്ന എല്ലാ കുട്ടികളും ഹാപ്പിയാണ്. സോ വി ആർ ഹാവിംഗ് സ്ട്രോങ് ടീം ദെയർ ഇൻ യു കെയിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ലാൻഡിംഗ് സർവീസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല സ്ട്രോങ് ടീം തന്നെ യു കെയിലുണ്ട്. വി ആർ ഹാവിംഗ് സം പ്ലാൻസ് ടു do a office in UK also. ലണ്ടനിൽ നമ്മളുടെ ബ്രാഞ്ച് വരുന്നുണ്ട്. ഒരു നെക്സ്റ്റ് സെപ്റ്റംബർ ഈ കോവിഡ് ഇഷ്യൂസ് ഒന്നും വലിയ രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, വലിയ പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ, വിത്ത് ഗോഡ് ഗ്രേസ് നമ്മൾ നെക്സ്റ്റ് സെപ്റ്റംബർ 2021 നമ്മള് ബ്രാഞ്ച് അവിടെ ലണ്ടനിൽ നമ്മള് ബ്രാഞ്ച് ഓപ്പൺ ആവുന്നതായിരിക്കും. സോ കുട്ടികൾക്ക് കിട്ടാൻ ഇനിയുള്ള ഫ്യൂച്ചറിൽ കിട്ടുന്ന സർവീസുകൾ ലീഡ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ല സർവീസുകൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ സാധ്യതയുണ്ടെന്നല്ല, കിട്ടുക തന്നെ ചെയ്യും. ഇപ്പം മാക്സിമം കുട്ടികൾ ചോദിക്കുന്നത് ഈ ഫീസ് എങ്ങനെയാണ് സാർ, ഫീസ് നമ്മളെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മീഡിയം ലെവൽ റേഞ്ച് ഉള്ള കുട്ടികൾ ചോദിക്കുക, നമ്മുടെ അടുത്ത് ചോദിക്കുക, എങ്ങനെ നമുക്ക് യു കെയിൽ പോകാൻ പറ്റുക, ഇത്രയും ഫീസ് കൂടുതലല്ലേ, സോ ഹയർ ഫീസ് അല്ലേ, അറൌണ്ട് 15-16 lakhs 18 lakhs ഒക്കെ ഫീസ് വരില്ലേ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ കൺസേൺ പറയാറുണ്ട്. സോ അവർക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവർക്ക് ഏകദേശം ഒരു 4 yearsോളം മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു 4 yearsോളം അവിടെ സ്റ്റേ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. ബാച്ചിലേഴ്സ് 3 year ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്നത് 3 year ബാച്ചിലേഴ്സിൽ കൂടാതെ 4 year ബാച്ചിലേഴ്സ് സാൻഡ്വിച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്.
സോ ആ പ്രോഗ്രാംസ് എടുക്കുന്നവർക്കെല്ലാം ഏകദേശം 6 years ബാച്ചിലേഴ്സ് കുട്ടികൾക്ക് കിട്ടും. UK അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് കിട്ടും. സോ ഈ ടൈമിലെല്ലാം ഇവർക്ക് പാർട്ട് ടൈം ഇവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ട് ടൈം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. സോ ബാച്ചിലേഴ്സിന് ഒരു ഫീസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000 pounds മുതൽ ഒരു 15,000 pounds ആണ്. ഏകദേശം ഒരു 10 lakhs മുതൽ ഒരു 15 lakhs വരെയാണ് പെർ ഇയർ ഫീസ് വരിക. സോ മിക്ക യൂണിവേഴ്സിറ്റിയിലും സ്കോളർഷിപ്പ് VC സ്കോളർഷിപ്പ് ഉണ്ട്. ഇയർലി 6,000 pounds വെച്ചിട്ട് ഇവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോഴ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോഴ്സുകൾ, അതായത് UK ജോലി സാധ്യതകൾ കൂടിയിട്ടുള്ള കോഴ്സുകൾ മെഡിക്കൽ ആണ്. UK BSW MSW നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കാണ് കൂടുതലും ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉള്ളത്. അതേപോലെ എഞ്ചിനീയറിംഗ് സെക്ടറിലും സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ, മെക്കട്രോണിക്സ്, അതേപോലെ തന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും എല്ലാം വരുന്നുണ്ട്. ഈ കോഴ്സുകൾ, ഈ ഡിപ്പാർട്ട്മെന്റ് കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് UK സംബന്ധിച്ച്. സോ കമ്മിങ് ടു UK, അവിടെ ഷോർട്ട് ഒക്കുപേഷൻ ലിസ്റ്റ് ഉണ്ട്. ആ ഷോർട്ട് ഒക്കുപേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾക്കാണ് അവിടെ പ്ലേസ്മെന്റ് സാധ്യതയുള്ളത്. സോ ഷോർട്ട് ഒക്കുപേഷൻ ലിസ്റ്റിൽ പെടുന്ന എല്ലാ കൺട്രീസിനും അതിൻ്റെതായ ഷോർട്ട് ഒക്കുപേഷൻ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരമുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവിടെ പ്ലേസ്മെന്റ് 100% കിട്ടുമെന്ന് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. സോ ഞാനും UK റിട്ടേൺ ആയിട്ടുള്ള ആളാണ്. ലാസ്റ്റ് നവംബർ ആയപ്പോഴത്തേക്കാണ് നാട്ടിലെത്തിയത്. സോ ഐ എം ഹെഡിങ് ഓഫീസ് ഇൻ പെരിന്തൽമണ്ണ, ലീഡ്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ച് ഹെഡ് ആണ് ഞാൻ. സോ വൺ ഓഫ് ദ പാനലിസ്റ്റ് കൂടാണ്. സോ നമ്മളുടെ UK ഓപ്ഷൻസ് ഇനി വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ആണ് വരിക. അതേപോലെ ആഫ്റ്റർ ബ്രെക്സിറ്റ് UK ഒരുപാട് ജോബ് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും UK ഉണ്ട്. സോ കുട്ടികൾക്ക് കുറച്ചല്ല വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് UK സ്റ്റഡീസിൽ. Q&Aയിൽ നമുക്ക് ഏതൊക്കെ കോഴ്സ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കോഴ്സിന്റെ ബെനിഫിറ്റ്സുകൾ, ഇല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും നമുക്ക് PR ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തെടുക്കാം UK, ഇല്ലെങ്കിൽ ആഫ്റ്റർ സ്റ്റഡീസ് വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധ്യതകളുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം Q&Aയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇൻഡിവിജ്വലി ചോദിക്കാൻ സാധിക്കും. സോ വൺസ് അഗെയിൻ, ഞാൻ അധികമായി UK പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ കാണും. സോ ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് റെഫറൻസും കൂടെ തരാം നിങ്ങൾക്ക്. അത്യാവശ്യം ഗോൾഡ് സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റീസ് റെഫറൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇന്നർ ലണ്ടനിൽ വരുന്ന ക്യാമ്പസ് ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി, ഹാർട്ട്ഫുഷെയർ, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളാണ്. ദെൻ ഔട്ടർ ലണ്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽഫാസ്റ്റ്, നോർത്തേൺ ഐലൻഡ് ബെൽഫാസ്റ്റ്, അൾസ്റ്റർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അത് വന്നിട്ട് ആ യൂണിവേഴ്സിറ്റി വന്നിട്ട് വെയിൽസിലാണ് വരിക. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ് വരുന്നുണ്ട്. അതേപോലെ നമ്മളെ സ്കോട്ട്ലൻഡ് വരുന്ന യൂണിവേഴ്സിറ്റി എഡിൻബ്രയിലാണ് മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റീസ് കാണപ്പെടുന്നത്. എഡിൻബ്രയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് അബർഡീൻ ആൻഡ് എഡിൻബ്ര നാപ്പിയ യൂണിവേഴ്സിറ്റിയാണ്. ഈ രണ്ട് യൂണിവേഴ്സിറ്റീസ് ആണ് സ്കോട്ട്ലൻഡിൽ വരുന്നത്. സോ ലീഡ്സ് പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാം അത്യാവശ്യം എന്നല്ല 100% ഗോൾഡ് സ്റ്റാൻഡേർഡ് ലെവൽ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ടീച്ചിങ് എക്സലൻസ് ഫ്രെയിംവർക്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ലെവൽ ആണ് യൂണിവേഴ്സിറ്റീസ് വരിക. അതിൽ 3 കാറ്റഗറി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ആണ്. ഈ കാറ്റഗറി ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. സോ കുട്ടികൾ വരുമ്പോൾ അവരുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. സോ +2% അനുസരിച്ച്, അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി അനുസരിച്ച് അവർക്ക് സ്കോളർഷിപ്പും അതനുസരിച്ചായിരിക്കും കിട്ടുക. ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാസ്റ്റേഴ്സിനുള്ള സ്കോളർഷിപ്പ് അവൈലബിലിറ്റി ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി 2,000 to 6,000 സ്കോളർഷിപ്പ് തരുന്നുണ്ട്. മെഡിക്കൽ കോഴ്സിന് അവിടുത്തെ ഗവൺമെന്റ് തന്നെ 5,000 pounds സ്കോളർഷിപ്പ്, ഇന്ത്യൻ മണി അറൌണ്ട് 5 lakhs rupees സ്കോളർഷിപ്പ് കിട്ടുന്നു. സോ UK is having much more opportunities there. കുട്ടികൾക്ക് മാക്സിമം യൂസ് ചെയ്യാനും പഠിക്കാനും ഇൻഫോർമേഷൻ. UK എഡ്യൂക്കേഷൻ സിസ്റ്റവും വളരെ വ്യത്യാസമാണ്. അതിനെയും കൂടെ പറ്റിയിട്ട് ഞാനൊന്ന് പറയാം. UK എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെക്കാട്ടി കുറച്ചും കൂടെ മെച്ചപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റവും UK കമ്പയർ ചെയ്യും എല്ലാം സെയിം തന്നെ, പക്ഷെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്.
അതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. പാറ്റേൺ വ്യത്യാസത്തില് യു കെയിൽ കൂടുതലും പ്രാക്ടിക്കൽ രീതിയിലാണ് ക്ലാസ്സസ് പോവുക. സോ അസൈൻമെന്റ്സ്, സെമിനാർ, പ്രോജക്ട്സ് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് യു കെയിൽ കൂടുതലും. അസസ്മെന്റ്സ് കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ്. നമ്മളെ റിട്ടേൺ എക്സാംസ് പോലുള്ള കാര്യങ്ങളല്ല കൂടുതലും യു കെയിൽ. സോ നമുക്ക് Q&Aയിൽ കൂടുതൽ കാര്യങ്ങൾ യു കെ പറ്റിയിട്ട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് സെക്ഷൻ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു, ശങ്കർ സാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. ശങ്കരനാരായൺ സാർ, who is the MD of Universal Group of Education. Sir, I am hand overing to you for the beautiful section. Thank you, sir. ശങ്കരൻ സാർ, കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഓക്കെ. കേൾക്കാലോ? ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ അടുത്ത സെഷൻ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. യെസ്. ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. മലയാള മനോരമ കേരളയുമായിട്ട് ക്യാമറയിൽ എന്തോ ചെറിയ തരാറുണ്ട് സർ. ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ചെറിയ സമയത്ത് നമ്മൾ ഒരുപാട് വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. സമയം പോരാ നമുക്കറിയാം. എന്തായാലും മനോരമക്ക് നമുക്കും പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സൽ ഗ്രൂപ്പിന് സന്തോഷമുള്ള ദിവസമാണ്. യൂണിവേഴ്സൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1998 യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എന്നൊരു സ്ഥാപനം വന്നിരിക്കുന്നത്. ഞങ്ങളെ ഒരു പ്രൈവറ്റ് സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവലുള്ള KG സ്ഥാപനമായി തുടങ്ങി വെച്ച് ഇന്നിപ്പോൾ അത് വളർന്ന് പന്തലിച്ച് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ യൂണിവേഴ്സൽ ഗ്രൂപ്പിൽ വന്നു. ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ ഗ്രൂപ്പിൽ വരുന്ന യൂണിവേഴ്സൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സൽ പ്രൈവറ്റ് ITI, യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സൽ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്, യൂണിവേഴ്സൽ ഹോളിഡേസ് ടൂർസ് ആൻഡ് ട്രാവൽസ്, സ്റ്റഡി അബ്രോഡ്. Our new venture, a new project that we are going to start, Universal Academy for Career Guidance and School of Data Science. പയ്യന്നൂരിലാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഓൺ ക്യാമ്പസ്, മെയിൻ ക്യാമ്പസ് ഒക്കെ ഞങ്ങൾക്ക് പയ്യന്നൂരാണ്. ഓൺ ബിൽഡിംഗ് സെറ്റപ്പ് ഒക്കെ അവിടെയാണ്.
2003 ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയായി. ഏതാണ്ട് 500 മുതൽ 800 കുട്ടികളെ വരെ പഠിക്കുന്ന വലിയ ക്യാമ്പസാണ്. ഞങ്ങൾ മെയിനായിട്ട് 2 വർഷത്തെ കോഴ്സ് 1 ഇയർ കോഴ്സിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കാരണം എങ്ങനെയാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുക? 3 ഇയർ പഠിച്ച അല്ലെ 4 ഇയർ പഠിച്ച ആൾക്കാരെക്കാളും എളുപ്പത്തിലാണ് മെക്കാനിക്കായിട്ട് ടെക്നീഷ്യനായിട്ട് ജോലി കിട്ടാൻ സാധ്യത ഈ 1-2 വർഷം കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വി ആർ ഫോക്കസിങ് ദാറ്റ് IT ആൻഡ് KGC കോഴ്സസ്. നൗ വി ആർ ഇൻ ബ്രാൻഡ് ഇൻ ദാറ്റ് ഫീൽഡ്. നമ്മൾ ഇന്ന് ഇത്രയും കുട്ടികൾക്ക് നാട്ടിലും വിദേശ രാജ്യങ്ങളും ജോലി കൊടുത്ത ഒരു സ്ഥാപനം കേരളക്കരയിൽ കാണാൻ സാധിക്കില്ല. അത്രയും പ്ലേസ്മെന്റ് ആണ്, അത്രയും ജോബ് സാധ്യതകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊരു ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ റിസൾട്ടാണ്. എത്രയോ റാങ്കുകൾ, എത്രയോ ഡിസ്റ്റിങ്ഷൻസ് വന്ന സ്ഥാപനമാണ്. അതിനൊക്കെ പിന്നിലെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫാക്കൾട്ടീസ്, ആ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ടായ ഫാക്കൾട്ടീസ്, ടീച്ചേഴ്സ്, റിട്ടയർഡ് ആൾക്കാർ, അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നാണ് ഇത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. എത്രയോ റാങ്കുകൾ വന്നു, ആ പ്ലേസ്മെന്റ്. അപ്പോൾ റിസൾട്ട്, ഫാക്കൾട്ടീസ്, പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് അവർ സമവാക്യം. അങ്ങനെ ആയതുകൊണ്ടാണ് ഏതാണ്ട് 50 കുട്ടികളെ വെച്ചിട്ട് 1998 സ്റ്റാർട്ട് ചെയ്ത ഈ സ്ഥാപനം ഇന്ന് 600-700 കുട്ടികളുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിൽ തന്നെ പയ്യന്നൂർ സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് കണ്ണൂർ ക്യാമ്പസ് വന്നു, തളിപ്പറമ്പിലെ ക്യാമ്പസ് വന്നു. അവിടേക്ക് 100 കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. 1 ഇയർ കോഴ്സ് IT, 2 ഇയർ കോഴ്സ് KGC. ഈ വർഷം 3 ഇയർ കോഴ്സ് ഡിപ്ലോമ പ്ലാൻ ചെയ്തായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് കോവിഡ് വി ആർ ഹെസിറ്റേറ്റിംഗ് വെദർ വിൽ ഗെറ്റ് ദ സ്റ്റുഡൻസ് ഓർ നോട്ട്. മേ ബി വിൽ സ്റ്റാർട്ട്. ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, സാധാ കുട്ടികൾ, ടോപ്പ് ബ്രില്യന്റ് അല്ലെങ്കിൽ ടോപ്പ് ഫിനാൻഷ്യൽ എയ്ഡ് ഇല്ലാത്ത ഹെൽപ്പില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് വന്ന്, അല്ലെ, നമ്മൾ നാടൻ ഭാഷ പറയുന്ന പോലെ പാട്ടും പാടി പഠിച്ച് പാസ്സായി ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന കോഴ്സുകളാണ് യൂണിവേഴ്സിൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ സാധിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കണ്ണൂർ എയർപോർട്ട്, പ്രിയപ്പെട്ട മോഹൻ സാർ പറഞ്ഞോളെ, എയർപോർട്ട് വരുമ്പോൾ ഞങ്ങളും ആലോചിച്ചു എങ്ങനെയാണ് എനി ചാൻസ് ഫോർ ഗെറ്റിംഗ് ജോബ് ഇൻ എയർപോർട്ട് ഓർ എയർലൈൻസ് ഓർ ഏവിയേഷൻ ഇൻഡസ്ട്രീസ്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് ദർ ആർ സോ മെനി ഗ്ലാമറസ് ജോബ്സ് ആർ വെയിറ്റിംഗ് ദർ എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് യൂണിവേഴ്സൽ കോളേജ് ഓഫ് ഏവിയേഷൻ എന്ന പ്രസ്ഥാനം നമ്മൾ കണ്ണൂർ വന്നിരിക്കുന്നത്, ഫോർട്ടിൽ വന്നിരിക്കുന്നത്. വി ആർ സോ ഫോർച്ചുനേറ്റ് ഫോർ giving the opportunity to this Air India faculties for conducting the selected trainees or students, candidates of Kannur Airport in this premises. Sir, നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 350 കിയാൽ സ്റ്റാഫിനും അല്ലെങ്കിൽ സെലക്ടഡ് സ്റ്റാഫിനും ആൾക്കാർക്കും എയർ ഇന്ത്യ ടോപ്പ് മോസ്റ്റ് ആൾക്കാർ വന്നിട്ട് അവരുടെ ട്രെയിനിങ് കൊടുത്തതാണ്. അങ്ങനെയാണ് മോഹൻ സാർ പരിചയപ്പെടാൻ പറ്റിയത്. ഇന്ന് ഞങ്ങളുടെ യൂണിവേഴ്സൽ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റിലെ ഏറ്റവും വലിയ അഡ്വൈസറി ബോഡിയിലെ ഏറ്റവും വലിയ മഹാനായ മനുഷ്യനാണ്, നമ്മളൊരു അസറ്റാണ് പ്രിയപ്പെട്ട മോഹൻ സർ. താങ്കളുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. അതിലേക്ക് വരാം. ലോജിസ്റ്റിക് വന്നപ്പോൾ, അപ്പോൾ ഏവിയേഷൻ എയർപോർട്ട് വന്നപ്പോഴാണ് ഏവിയേഷന്റെ സാധ്യത മനസ്സിലാക്കിയത്. ഇന്ന് കണ്ണൂർ എയർപോർട്ടിൽ 20ഓളം കുട്ടികളെയാണ് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത് ഗോയർ എയർലൈൻസിലാണ്, പിന്നെ എയർ ഇന്ത്യയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ കൊച്ചിൻ എയർപോർട്ടിൽ കുറെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിത്തിൻ 4 years, ഐ തിങ്ക് ദാറ്റ് വി സ്റ്റാർട്ടഡ് 4 years ബാക്ക്, ബട്ട് വി പ്ലേസ്ഡ് അറൌണ്ട് 30 students in different airport, and the majority was at Kannur Airport. ഇതാണ് the credibility of this Universal College of Aviation. ഈ പ്രാവശ്യം ഞങ്ങൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ബിക്കോസ് cargo is going to open in this Kannur Airport. There are so many options and possibilities of getting job in cargo or logistic field. So with the help of, with the guidelines of this Mohan sir, I think that we can give us so many employment opportunities to these coming students. Okay. അപ്പോ ഏവിയേഷൻ വന്നു. അടുത്ത ഞങ്ങൾ സ്റ്റാർട്ടഡ് സ്റ്റഡി അബ്രോഡ്, ദാറ്റ് ഈസ് ലീഡ്സ്. വി ആർ ടൈപ്പ് വിത്ത് ലീഡ്സ്. ദി ആർ ഈ ഫീൽഡിലെ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള, ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ളതാണ് ലീഡ്സ് കാലിക്കറ്റ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. അവർ ഫ്രാഞ്ചൈസി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ തോന്നുന്നത് ഒരു വിത്തിൻ നെക്സ്റ്റ് January onwards we will send 50 to 100 students in between Canada, this UK and Canada. ആ ലെവലിലേക്ക് എൻക്വയറി വരികയാണ്. 28 രാജ്യങ്ങളായി ആയിരക്കണക്കിന് കുട്ടികളെ
പുറത്തേക്ക് വിടുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് ലീഡ്സ്. നമുക്ക് അവരായിട്ട് ടൈപ്പ് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു മെഗാ ക്യാമ്പസ് ആണ് കണ്ണൂർ കിടക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് യൂണിവേഴ്സൽ അക്കാഡമി ഫോർ കരിയർ ഗൈഡൻസ് ആൻഡ് ഫിനിഷിംഗ് സ്കൂൾ. പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, ബിടെക് കഴിഞ്ഞ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്, MBBS കഴിഞ്ഞ അതുപോലെ കോഴ്സുകൾ കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയിൽ എന്താണോ വേണ്ടത് അവരെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു ഫിനിഷിംഗ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ട് അത് സബ്ജക്ട് സ്കില്ല് കൊടുത്തിട്ടും ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ആൻഡ് ഈ ഇന്റർവ്യൂ സ്കില്ല് കൊടുത്തിട്ടും ഫിറ്റ് ഫോർ ദ ഇൻഡസ്ട്രി എന്ന ലെവലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചിന്തയിലാണ് അക്കാഡമി വരുന്നത്. അതിന്റെ പേര് യൂണിവേഴ്സൽ അക്കാഡമി ഫോർ കരിയർ ഗൈഡൻസ് ആണ്. നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്ത സാജൻ സാറാണ് ആ അക്കാഡമിയുടെ ഹെഡായിട്ട് വരുന്നത്, ഡയറക്ടറായിട്ട് വരുന്നത്. മറ്റൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മളെ സ്കൂൾ ഓഫ് ഡാറ്റ സയൻസ് ആണ്. അടുത്ത ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഡാറ്റ ആൻഡ് സയൻസ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ മേക്കിംഗ് ഡിജിറ്റൽ ഇന്ത്യ, അത് ഞങ്ങൾ ആ ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് ടേം ആൻഡ് ഡിപ്ലോമ കോഴ്സസ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിൽ കറണ്ട് ആയിട്ട് ഏറ്റവും സാധ്യതയുള്ള കോഴ്സുകൾ അത് കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, എബ്രോഡിലാവട്ടെ, വിദേശ രാജ്യങ്ങളാവട്ടെ, അവിടേക്കൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് ഇറക്കി ഈ പറഞ്ഞ ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്ത ടീമാണ് യൂണിവേഴ്സൽ ഗ്രൂപ്പ്. അതിന്റെ പിറകില് ഒരുപാട് ആൾക്കാരുടെ യത്നമുണ്ട്, പ്രയത്നമുണ്ട്, സംഭാവനയുണ്ട്. ഇന്നിപ്പം എഞ്ചിനീയറിംഗ് ക്ലാസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്ന് പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ബാലകൃഷ്ണൻ സാറാണ്, യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത്രയും ഡെവലപ്മെന്റ് ഓൺ ബിൽഡിംഗ് വന്നത്, ഇത്രയും കുട്ടികൾ പഠിക്കാൻ വന്നിരിക്കുന്നത്, ഈ ക്യാമ്പസ് ഡെവലപ്പ് ചെയ്തത്, സ്പ്രെഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു ഗൈഡ് ലൈൻസിലാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് ആണ്, അങ്ങനെ ഹെഡാണ്, അങ്ങനെ എക്സ്പേർട്സ് ആണ് ഈ സ്ഥാപനം ഇത്ര ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ കുട്ടികളെ, നിങ്ങൾ കേൾക്കുന്നതോട് പറയാനുള്ളത്, നമ്മൾ ഒരു കൊടക്കീഴിലാണ്. നിങ്ങൾക്ക് സാധാരണ വെറും +2 കഴിഞ്ഞു സർ, ജസ്റ്റ് പാസ് ചെയ്യലും, അല്ലെങ്കിൽ SSLC കഴിഞ്ഞു സർ, +2 പോകാൻ താല്പര്യമില്ല, എന്തെങ്കിലും ജോലി കിട്ടുന്ന കോഴ്സ് വേണം, യു കം ടു ദ കോളേജ്, യു കം ടു ദ ഗ്രൂപ്പ്. ചെറിയ കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് you can complete you take the course, you join the courses, and you can pass the courses. Immediately after the passing of the courses, jobs are there. ആ ലെവലാണ് ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്ത് വിടുന്നത്. ഹൈടെക്കിലേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് വന്നിരിക്കുന്നത്. അതിലും ഹൈടെക് ആണ് ഈ പറഞ്ഞ ലീഡ്സ് സ്റ്റഡി അബ്രോഡ് വന്നിരിക്കുന്നത്. ഇപ്പൊ വിദേശ രാജ്യത്ത് ചുരുങ്ങിയ ചെലവില് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള ഗോൾഡൻ ചാൻസ് കണ്ണൂർ അങ്ങനെ ഒരു ബ്രാൻഡഡ് സ്ഥാപനമില്ല. ലീഡ്സ് വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ക്യൂവിലാണ്, കുട്ടികൾ ക്യൂവിലാണ്. പ്രത്യേകിച്ചും നീറ്റിന്റെ എക്സാമിനേഷൻ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് MBBS നേരത്തെ സാറ് പറഞ്ഞ പോലെ, നൗഷാദ് സാറ് പറഞ്ഞ പോലെ, അതിന്റെ ഒരു ഫാക്കൽറ്റി നമ്മുടെ ലീഡ്സിന്റെ ആള് പറഞ്ഞ പോലെ ഒരുപാട് ചാൻസുകൾ ചീപ്പ് റേറ്റിൽ, അതായത് ചെറിയ റേറ്റ്, നോട്ട് ചീപ്പ്, ലോവസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ, ഇന്റർനാഷണൽ കൺട്രീസിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാനുള്ള ഗോൾഡൻ ചാൻസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഹിയർ അണ്ടർ ദ നെയിം ഓഫ് ദിസ് യൂണിവേഴ്സൽ ഗ്രൂപ്പ്. അതുകൊണ്ട് കുട്ടികളെ ഒന്നും സംശയിക്കേണ്ട. വട്ട് എവർ മേ ബി ദ കോഴ്സ് യു നീഡ്, യു കം ആൻഡ് വിസിറ്റ് അവർ ക്യാമ്പസ്, ഐദർ കണ്ണൂർ ഓർ പയ്യന്നൂർ ഓർ തളിപ്പറമ്പ്. അതുപോലെ വി ആർ നെക്സ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് BBA ആൻഡ് MBA കോഴ്സസ്. ദാറ്റ് ഈസ് സ്പോക്കൺ ബൈ അവർ ബിന്ദി മാം. അതിൻ്റെ ഒരു യൂണിവേഴ്സൽ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, വി ആൾറെഡി ഗോയിങ് ടു സ്റ്റാർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് കോഴ്സസ് ആൾസോ. അതുപോലെ മാനേജ്മെന്റ് ആയാലും, എഞ്ചിനീയറിംഗ് ആയാലും, ഏവിയേഷൻ ആയാലും, ലോജിസ്റ്റിക് ആയാലും, സ്റ്റഡി അബ്രോഡ്, വട്ട് എവർ മേ ബി ദ കോഴ്സസ് യു ലൈക്ക്, യു നീഡ്, യു ഹാവ് ഡൗട്ട്, യു പ്ലീസ് കം ആൻഡ് വിസിറ്റ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്, യുവർ ഗ്രൂപ്പ്. സോ മെനി എമിനന്റ് ഫാക്കൽറ്റീസ് ആർ ദർ, experts are there, industry experts are there, like Balashan sir, like Sajan sir, this Bindi ma'am. അതുപോലെ നമ്മുടെ മോഹൻ സർ, ചെന്നൈയിൽ നിന്നാണ് സർ ഞങ്ങളോട് കൂടിയിരിക്കുന്നത്. അപ്പൊ ഇത്ര ദൂരെ നിന്ന് വന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കുറവാണെങ്കിലും അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു ബേസിക് എന്താണ് ഏവിയേഷൻ ലോജിസ്റ്റിക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അടുത്തൊരു സെഷൻ വരികയാണ്. തീർച്ചയായിട്ടും സംശയം ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധി വരെ മറുപടി തരുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസിനും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സിനും കോർഡിനേറ്റേഴ്സിനും പ്രിൻസിപ്പാളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒന്നുകൂടി മലയാള മനോരമയ്ക്ക് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് യൂണിവേഴ്സൽ ഗ്രൂപ്പിന് ഈ ഒരു വേദി ഒരുക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ
ഫാക്കൽറ്റീസിനും അല്ലെങ്കിൽ പാനൽ മെമ്പേഴ്സിനും, അത് പ്രത്യേകിച്ചിട്ടും പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ സാറിന്, മോഹനൻ സാറിന്, ലീഡ്സിന് വന്ന നഹാസിന്, അതുപോലെ MBA ഏവിയേഷൻ ബിന്ദി മാമിന്, അതുപോലെ എല്ലാവർക്കും. അങ്ങനെ എൻ്റെ കുറെ ഫാക്കൽറ്റീസ് ടീച്ചേഴ്സ് ക്യൂവിലുണ്ട്, അവരും ഓൺലൈനിലുണ്ട്. അവരും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഫാക്കൽറ്റീസ് ആയ രാഗിന രാഗേഷ്, ശിവാനി, ശ്രീജേഷ്, സുനിത, നിമിത, അങ്ങനെ ആൾക്കാരൊക്കെ ലൈനിലുണ്ട്. ഐ തിങ്ക് ദാറ്റ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ്, they are ready to answer and they are ready to support you, my dear friends. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഒന്നും കൂടി അല്ലെ, എല്ലാവർക്കും വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട്, യൂണിവേഴ്സൽ ഗ്രൂപ്പിന് ഏറ്റവും വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട്, പങ്കെടുത്ത എല്ലാ പാനൽ ആൾക്കാർക്കും, പങ്കെടുക്കുന്ന കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയൊരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട്, യൂണിവേഴ്സൽ ഗ്രൂപ്പ് കണ്ണൂരുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിനും you can at any time, 24 hours, 7 days, 365 days, you come, you can call, you can meet us. We are your server. അല്ലെ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. Come here, my dear students. We are with you. Okay, thank you so much. Thank you. Bye bye. Wish you all the best. Wish you good luck. Thank you so much. Then I am hand over to this for our Sergeant sir for next session. Thank you, sir. Thank you so much. Please. Hello, Shankar Narayan sir, for a wonderful explanation about your service. Thank you so much. And sorry for the inconvenience. കുറച്ച് technical issues ഉണ്ടായിരുന്നു. അതിലെ really apologize for that. And we will move to Q&A session, and our faculty members and the experts are ready to answer your questions. Please hand over to Q&A session. ഓക്കെ സാർ, നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫദിൽ പി ആണ്. കോമൺവെൽത്ത് സ്കോളർഷിപ്പ് UK അവൈലബിൾ ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഉത്തരം പറയാം അതിന്. ഇപ്പം കോമൺവെൽത്ത് സ്കോളർഷിപ്പ് UK യൂണിവേഴ്സിറ്റീസ് ഒരുപാട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സസ് അനുസരിച്ചായിരിക്കും നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ്, BSc നഴ്സിംഗ്, MSW, BSW, ബാച്ചിലർ ഇൻ സോഷ്യൽ വർക്ക്, മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് പോലുള്ള കോഴ്സുകൾക്ക് ഈ ലാസ്റ്റ് സെപ്റ്റംബർ ഇൻടേക്ക് വരെ £5,000 വരെ സ്കോളർഷിപ്പ് കൊടുത്തിരുന്നു. അത് ഡയറക്ട്ലി ഫ്രം ഗവൺമെന്റ് സൈഡിൽ നിന്നാണ്, ഡയറക്ട്ലി സ്കോളർഷിപ്പ് ഉണ്ട്. സോ കോമൺവെൽത്ത് സ്കോളർഷിപ്പും അവൈലബിൾ ആണ്. നമ്മളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. സോ എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് അവർ സ്കോർ ചെയ്തിരിക്കുന്നത്, ബാച്ചിലേഴ്സിന് എത്രയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്, പ്ലസ് ടു ഹയർ സെക്കൻഡറി അവർ എത്ര മാർക്സ് ആണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ എൻഡ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്ന SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്. ഇവർ എന്ത് പേർപ്പസിനാണ് UK ചൂസ് ചെയ്തത്, സോ UK എന്ന് പറഞ്ഞ കൺട്രി എന്തുകൊണ്ട് ചൂസ് ചെയ്തു, ആ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് ചൂസ് ചെയ്തു, ഈ കോഴ്സ് റിലവന്റ് ആയിട്ടുള്ള ഈ കോഴ്സ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഈ സ്കോളർഷിപ്പ് എലിജിബിലിറ്റി അതിൽ നിന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് സ്കോളർഷിപ്പ് തരാം. യെസ്. I have a question from Mamus. Which is the best stream in diploma engineering? Balakrishnan sir, adinte answer cheyan pattu please. Diploma engineering stream la best course edana? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഡിപ്ലോമ ലെവൽ കോഴ്സിൽ അത് നമ്മളുടെ താല്പര്യം അനുസരിച്ച് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ചോദിക്കുന്നതാണെങ്കിൽ, നമ്മളുടെ ഒരു ഫണ്ടമെന്റൽ ഒരു കോഴ്സസ് ആയിട്ട് ആദ്യം നമ്മൾ കണക്കാക്കിയിരുന്നത് പിന്നെ മെക്കാനിക്കൽ, സിവിൽ, അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ എല്ലാം ജോബ് ഓറിയന്റഡ് തന്നെയാണ്. പിന്നെ ജോലിയുടെ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് പല മേഖലയിലായിട്ട്, ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് നല്ല സാധ്യതകളുണ്ട്, അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും നല്ല സാധ്യതകളുണ്ട്. പിന്നെ ബാക്കിയുള്ള ട്രേഡിനും സാധ്യത കുറവല്ല. എന്നാലും കൺസിഡറബിളി നമുക്ക് ഏതാണ് ഏറ്റവും നല്ലതായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു പരിധിവരെ നല്ല ജോബ് ഓറിയന്റഡ്, ഇത് ചാൻസ് കൂടുതലുള്ള കോഴ്സുകളാണ്.
ഇല്ലില്ല. അതിലിടയ്ക്ക് ഒരു കാര്യം ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയിരുന്നു, അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഈ KGC കോഴ്സിൻ്റെ പറഞ്ഞു, KGC കോഴ്സിലും സ്കോളർഷിപ്പ് സ്കീമെല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ SC/ST വിഭാഗത്തിനാണെങ്കിൽ കംപ്ലീറ്റ് അവരുടെ പിന്നെ സ്കോളർഷിപ്പ് സ്കീമുണ്ട്. അതുകൂടാതെ ഈ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള കുട്ടികൾക്ക് ഫീസ് റീഇംബേഴ്സ്മെൻ്റ് എന്ന സ്കീമുണ്ട്. അതിൽ കുറച്ച് കുട്ടികൾ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു, പക്ഷേ കൂടുതൽ ആൾക്കാരെ നമ്മൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഗുണകരമായിരിക്കും കുട്ടികൾക്ക്. അവരുടെ ഏകദേശം പിന്നെ റീഇംബേഴ്സ്മെൻറ്റ് കംപ്ലീറ്റ്, അതായത് ഫീസ് എത്രയാണോ അടക്കേണ്ടത് അതിൻ്റെ ഏകദേശം ഒരു 20,000 25,000 രൂപയോളം നമുക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ കേരള ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു നല്ലൊരു ബെനിഫിറ്റ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: BBA ഇൻ എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. BBA team, would you like to answer that, Ms. Nimita, or any other person, please? Okay, BBA in airline airport management job opportunities നമ്മൾ IATA പോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. മോഹനൻ സർ പറഞ്ഞ പോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഏതൊക്കെ സെക്ടേഴ്സ് ഉണ്ടോ എല്ലാ സെക്ടേഴ്സിലും നമുക്ക് ഈസിലി വിത്ത് ഡിഗ്രിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് BBA ഇൻ എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ്. അപ്പം അതിനകത്ത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ടാവാം, ബാഗേജ് സെക്ഷൻ ഉണ്ടാവാം, അങ്ങനെ എല്ലാ സെക്ടേഴ്സിലും നമുക്ക് എന്താണ് ജോബ് അവൈലബിൾ ആണ്. താങ്ക് യു. Any more questions? സർ, നമുക്ക് കറന്റ്ലി ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പാർട്ടിസിപ്പൻസ് പ്ലീസ് നോട്ട്. നമുക്ക് ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചാറ്റ് ബോക്സിൽ യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട്. Hello everyone, I am Shivani, a faculty of Universal Group of Industries. So I got a question from Aishwarya. What are the roles and responsibilities of a cabin crew? Idana question. Okay, so Aishwarya and to everyone. Cabin crew in the basic responsibility in the definition to ensure and provide safety, comfort, and in-flight services to the passengers or to the guest. I think that would be the best word to use for passengers. So apart from this, namaladu korchonu wide aayittu parayanengil, a cabin crew is like a soldier on board. So as long as you are in the flight, your safety and your comfort is the duty and responsibility of a cabin crew. പിന്നെ ഈ cabin crew എന്ന് പറയുന്നത് she or he or the person is the face of an airline. കാരണം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ എയർലൈനുമായിട്ട് ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് that is a cabin crew. So the cabin crew must be an excellent service provider. An excellent service provider is a person who can anticipate the situation to give services. For example, നിങ്ങളൊരു ആളെ കാണുവാണ് who is not really well, who is tired or who is ill. You wait for that person to come to you and ask for help, or would you approach the person and ask if you can do anything for that person? So അത്രേ ഉള്ളൂ. cabin crew എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിന്റെ മാക്സിമം അവർക്ക് ടോപ്പ് നോച്ച് കംഫർട്ട് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം സെർവിങ് മീൽസ് ഓർ ഡ്രിങ്ക്സ്, ഇതാണ് ഒരു വലിയൊരു റോള് cabin crewന്റെ. പിന്നെ പറയുകയാണെങ്കിൽ cabin crew ലൈഫ് എന്ന് പറഞ്ഞാൽ I think it's a really glamorous life.
It's a really glamorous job. You get to wear a really beautiful uniform, a colorful uniform. So you can visit a lot of places, I think, without having to spend much from your pocket. So I think the query is solved. Thank you, everyone. Hello, everyone. എനിക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന മലയാള മനോരമയ്ക്ക് പ്രത്യേകം നന്ദി. അപ്പൊ ഞാനൊരു ലോജിസ്റ്റിക്സ് കൺസൾട്ടന്റ് ആണ്, വർക്കിംഗ് കൺസൾട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പറയാനുള്ളത്, ഈ ഏവിയേഷൻ കൂടാതെ തന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലും നിറയെ സാധ്യതകളാണുള്ളത്. അതായത് ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷൻ 6 months നമുക്കറിയാം, പാസഞ്ചർ സർവീസസ് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആയി, ഫ്രീക്വൻസി കുറഞ്ഞു, നിറയെ എയർലൈൻസിന് അത് എഫക്റ്റ് ആയി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ നിറയെ പേർക്ക് ജോലി പോയി. മെനി ഓഫ് ദ പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദർ ജോബ്സ് എബ്രോഡ്, എസ്പെഷ്യലി ഫ്രം ദുബായ്, മിഡിൽ ഈസ്റ്റിനെല്ലാം നിറയെ ആൾക്കാർക്ക് ജോലി പോയി. സോ ഈ ഒരു അവസരം നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ലോജിസ്റ്റിക്സ്, എയർ കാർഗോ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്തിനാണ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നത്? അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കിപ്പം കാർഗോ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനി എനിക്ക് അറിയുന്ന പ്രൊഫഷണൽസുമായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ കാർഗോ മൂവ്മെന്റ്സ് വന്നിട്ട് കൂടുതൽ മേജറായിട്ട് എഫക്ട് ആയിട്ടില്ല. കാരണം ഗുഡ്സ് എപ്പോഴും റോ മെറ്റീരിയൽസ് ആയാലും മറ്റേ എഞ്ചിനീയറിംഗ് സ്പെയർ പാർട്സ് ആയാലും നമുക്ക് ഒരിക്കലും പ്രൊഡക്ഷൻ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നതൊന്നും നമുക്ക് കനോട്ട് ബി സ്റ്റോപ്ഡ്, ഇറ്റ് ഹാസ് ടു റൺ. എപ്പോഴും അത് റൺ ആയിക്കൊണ്ടിരിക്കണം. അതേപോലെ നമുക്ക് മെഡിക്കൽ സപ്ലൈ എന്തെങ്കിലും ഇതേപോലെ ഇപ്പൊ മാസ്ക് ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇത്രയും റിക്വയർമെന്റ്സ് വന്നപ്പോഴൊക്കെ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് മാസ്ക്, അതേപോലെ തെർമോമീറ്റേഴ്സ്, അങ്ങനെ നിറയെ മെഡിക്കൽ റിലേറ്റഡ് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് നിറയെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ദർ ഷുഡ് ലോജിസ്റ്റിക്സ് പ്രൊവൈഡർ. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോജിസ്റ്റിക്സ് ഇറ്റ്സ് അൺഅവോയ്ഡബിൾ. നമുക്ക് ലോജിസ്റ്റിക് സർവീസ് എപ്പോഴും ദർ ഇസ് നെവർ എൻഡിങ് ഡിമാൻഡ്. നമുക്ക് ഏത് സിറ്റുവേഷൻ ആയാലും, നമുക്ക് ഏത് ഫീൽഡ് ആയാലും, എഞ്ചിനീയറിംഗ് ആയാലും, മറ്റു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് ആയാലും, ഏത് ഒരു ഫീൽഡ് ആയാലും അവിടെ ലോജിസ്റ്റിക്സിന്റെ സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ മറ്റുള്ള ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിറയെ എയർലൈൻസ്, GCAs, നിറയെ ആൾക്കാർക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോ ഈ ലോജിസ്റ്റിക്സ്, ഈ ഏവിയേഷന്റെ കൂടെ തന്നെ ലോജിസ്റ്റിക്സ് നമ്മൾ ആഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫീൽഡിലൊക്കെ കുറച്ച് പിടിച്ചേക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇപ്പം ഏവിയേഷനിൽ എന്തെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കി പോകാൻ പറ്റും. ലോജിസ്റ്റിക്സിൽ നമുക്ക് നല്ല ഇൻഡസ്ട്രി നോളജ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഏവിയേഷൻ എയർപോർട്ട് മാനേജ്മെന്റ് അല്ലാതെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൂടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ലൊരു അവസരമായിരിക്കും, നല്ലൊരു കാര്യമായിരിക്കും. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സാധ്യതകൾ, ലോജിസ്റ്റിക്സിന്റെ സാധ്യതകൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. കൂടെ വർക്ക് ചെയ്ത്, അതായത് നമ്മൾ നിറയെ ആസ്പെക്ട്സ്, ഇപ്പം ഈ BBA, BCom, പല ബേസിക് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് ഇതിന്റെ സാധ്യതകൾ, എന്തുമാത്രം നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രിയിൽ. അപ്പോ ഒന്നുകൊണ്ട് പഠിക്കണം. നമ്മളിപ്പോ ഒരു കരിയർ, ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മളൊരു കരിയർ ഏതെങ്കിലും ലോജിസ്റ്റിക്സ് കമ്പനിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു ജസ്റ്റ് എക്സിക്യൂട്ടീവ് ലെവലിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇറ്റ് വിൽ ടേക്ക് സം 2 to 3 years. 2 to 3 years എന്നുള്ളത് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂമിങ് ടൈമാണ്. നമുക്ക് എത്രമാത്രം ഇതിന്റെ കാര്യങ്ങൾ, അനന്തമായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള ഒരു അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ ടൈമിൽ തന്നെ നമുക്ക് നിറയെ ആൾക്കാരുമായിട്ട്, നിറയെ കസ്റ്റമേഴ്സുമായിട്ടും, നിറയെ വെൻഡേഴ്സുമായിട്ടും, നിറയെ ഇൻഡസ്ട്രിയിൽ തന്നെ നിറയെ ആൾക്കാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിറയെ റിലേഷൻഷിപ്പ്, ഈ ഒരു ഫീൽഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നിറയെ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സ്പേർട്സുമായിട്ട്, അതേപോലെ പല അതർ കൺട്രീസ്, ഫ്രം യൂറോപ്പ്, USA, നിറയെ ആൾക്കാർ, സപ്ലയേഴ്സുമായിട്ട്, നിറയെ ഏജൻസുമായിട്ട്, ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് നമുക്ക് നിറയെ റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ബിൽഡപ്പിലൂടെ നമുക്ക് നമ്മളെ കരിയർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാധ്യത. പിന്നെ അതേപോലെ ജോലി ഇറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ജോബ്. ഇതിൽ ജോലിയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് ആൾക്കാരൊക്കെ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫീൽഡിന്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ നമ്മുടെ പിന്നെ ടൈം, നമ്മൾ ആ ടൈംലി റെസ്പോൺസ്, നമ്മൾ ഓരോ ടൈമിൽ നമുക്ക് കിട്ടുന്ന നമുക്ക് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കുക. പിന്നെ അതേപോലെ ആൾക്കാരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ, ഇമെയിലായാലും അതേപോലെ ബൈ ഫോൺ ഓർ മറ്റുള്ള മീഡിയത്തിലായാലും നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല റിലേഷൻഷിപ്പ് ആൾക്കാരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് us to sustain the business. നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ലോജിസ്റ്റിക്സ് ഈസ് മാൻഡേറ്ററി. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഒരു 2-3 years നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗ്രോ ടു ദ നെക്സ്റ്റ് ലെവൽ. സോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എഡ്യൂക്കേഷൻ, ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിന് ആവശ്യമാണോ? MBA നമ്മൾ ഈ ലോജിസ്റ്റിക്സിലോട്ട് ഒരു കരിയറിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇതിന് വന്നിട്ട് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ആവശ്യമാണെന്നുള്ളത് അറിയാൻ ചോദിക്കുന്നത്. യെസ്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പല MNC കമ്പനികളിലും, പല ഇന്റർനാഷണൽ കമ്പനീസിലും, മേഴ്സ്ക്, അതേപോലെ DHL, പനൽപിന, അങ്ങനെയുള്ള കമ്പനീസിൽ നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ അതിന്റെ ബേസിക് റിക്വയർമെന്റ് MBA ആണ്. അല്ലാതെ നോക്കുവാണെങ്കിൽ മിനിമം ഗ്രാജുവേഷൻ മതി നമുക്ക് ഇതിലോട്ട് ഈ ലോജിസ്റ്റിക്സിലേക്ക് നമുക്ക് ലോജിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്സ് ടു മോഹൻ സർ ഫോർ യുവർ വണ്ടർഫുൾ explanation. Thank you so much. Thank you everyone. Thank you Malayalam. താങ്ക് യു സർ. നമുക്ക് കറന്റ്ലി ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. ക്ലാസ്സുമായിട്ട് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു Hello, sir. Hello. Here I have a question. Skill അനുസരിച്ചിട്ടുള്ള കോഴ്സ് സെലക്ഷൻ ഗൈഡൻസ് അവൈലബിൾ ആണോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കിവിടെ യൂണിവേഴ്സൽ ഗ്രൂപ്പിൽ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് നിങ്ങളുടെ സ്കിൽ അനുസരിച്ചിട്ടുള്ള കോഴ്സും കാര്യങ്ങളും ഏത് ടൈപ്പ് ഓഫ് കോഴ്സസ് ചൂസ് ചെയ്യാന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും നമ്മളുടെ യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫീസ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സജഷൻ നമുക്ക് തരാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കോളേജ് അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ ചാറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് അഡ്രസ്സ് വെച്ചിട്ട് കോൺടാക്ട് നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. +2 കഴിഞ്ഞവർക്കുള്ള ഉപരിപഠന സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ക്ലാസ് എടുത്തിരിക്കുന്നത്, ഈ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സൽ ഗ്രൂപ്പ് കണ്ണൂർ എന്നുള്ള ഫാക്കൽറ്റീസ് ആണ്. നിങ്ങളോട് എല്ലാവരോടും മലയാള മനോരമയുടെയും ക്വിക്ക് കേരളയുടെയും പേരുള്ളതായ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്ലാസ്, ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവരോടും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ഡൗട്ടും നിങ്ങൾക്ക് ഈ ചാറ്റ് ബോക്സിലുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അറ്റൻഡീസിന്റെ മെയിൽ ID-യിലോട്ട് ഈ ഒരു സെക്ഷന്റെ റെക്കോർഡിംഗ് വീഡിയോസ് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പാനലിസ്റ്റിലുള്ളവർക്കും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.